നിയമമാവണം എന്നത് ഖുർആനിന്റെ നിയമമാണ്. അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു. പള്ളികളെ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് അൻ തുർഫഅ. ആ വാക്കിനെ വ്യാഖ്യാനിച്ച മുഫസ്സിരീങ്ങൾ അവരെല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, ഒരു നാട്ടിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്, ഏറ്റവും വലിയ കെട്ടിടം പള്ളിയാവണം. മിനാരം എന്ന ഒരു സങ്കല്പം തന്നെ പള്ളികളുമായി ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം കെട്ടിടം ചിലപ്പോൾ ഒരു 2 നില കെട്ടിടം, 2 നില വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പള്ളി 2 നില തന്നെ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ മിനാരങ്ങൾ, അതിനേക്കാൾ ഉയരത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതി പഴയ കാലത്ത് ഉണ്ടായതും ഈ ഒരു ആഗ്രഹം, കാരണം ഒരു നാട്ടിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, ഏറ്റവും വലുത് അത് അള്ളാഹുവിന്റെ വീടാവണം എന്നതിനോടുള്ള മഹത്ത് സ്നേഹം കാലഘട്ടത്തിലും മഹാന്മാരെ സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മുടെ ഈ സദഖകൾ അല്ലാഹുവിന്റെ പള്ളിയോടുള്ള സ്നേഹത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. പള്ളിയും പള്ളിയുടെ അഹ്ലുകാരും അവർക്ക് കിട്ടുന്ന ഒരുപാട് നിഅമത്തുകളുണ്ട്. അർശിന്റെ തണൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പള്ളിയെ സ്നേഹിച്ചവരെ പറഞ്ഞു. സിറാത്ത് പാലം വിട്ടുകടക്കാൻ വാഹനം ലഭിക്കുന്നവർ പള്ളിയുടെ അഹ്ലുകാരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പള്ളിയുടെ അഹ്ലുകാർ നാളെ സുഖലോക സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ ലഭിക്കുന്നവരാണ് എന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ ഈ തരത്തിലുള്ള ബന്ധങ്ങൾ, സ്നേഹങ്ങൾ അൽഹംദുലില്ലാഹ്, നമുക്ക് ഇഷ്ടപ്പെട്ടത് സ്വർണവും പണവും സ്വത്തും ഒക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ അള്ള തന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ അങ്ങനെ ചെലവഴിക്കുക. ധാരാളം ആളുകൾ, അതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഏതായാലും നമ്മളൊരു 100 പവനിലധികം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് അതിൽ കൂടുതൽ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് നോക്കിയത് പ്രകാരം തന്നെ ഏറെക്കുറെ ഒരു 80 പവനിലധികമായി. അതിനുശേഷം പിന്നെയും ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വെള്ളിയാഴ്ചയും അതേപോലെ സ്ത്രീകളുടെ ക്ലാസ്സിലും മറ്റുമൊക്കെയായി ഇനി മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വലിയ ദൗത്യത്തോടുകൂടെ നമ്മുടെ അതേപോലെ ഓരോ ഭാഗങ്ങളും ഓരോ സാധന സാമഗ്രികളും ഒക്കെ ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്ത് അതിലൊക്കെ സഹകരിക്കുന്നവരും പങ്കെടുക്കുന്നവരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഗൾഫിൽ നിന്നുള്ള ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ നാട്ടുകാരും അല്ലാത്തവരും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് നമ്മുടെ എല്ലാ കൊല്ലവും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമ്മുടെ ഈ പരിപാടി ധാരാളം ആളുകൾ, ഈ സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഗൾഫ് നാടുകളിലും മറ്റുമൊക്കെയായി ഇന്റർനെറ്റിലൂടെ ക്ലാസ് റൂമിലൂടെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ പല ആളുകളും മുത്തഅല്ലിമീങ്ങൾക്കും അതേപോലെ ദർസിനും പള്ളിക്കും ഒക്കെ സഹായിക്കുന്നവരുമുണ്ട്. അള്ളാഹു എവിടെയാണെങ്കിലും അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അറിയാം, അവർ ചെയ്ത സദഖകൾ അറിയാം, അവരുടെ വാഗ്ദാനങ്ങൾ അറിയാം, മനസ്സിന്റെ നിയ്യത്തറിയാം. പടച്ചറബ്ബ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ മറ്റൊരു സഹോദരൻ ഒരു സദഖ ഏൽപ്പിച്ച അദ്ദേഹത്തിന്റെ മകൻ വിസിറ്റിങ്ങിന് ഗൾഫിൽ പോയതാണ്, ജോലി ശരിയായിട്ടില്ല, പെട്ടെന്ന് ശരിയായി കിട്ടാൻ വേണ്ടി കുറഞ്ഞ ദിവസങ്ങളെ ഉള്ളൂ. അള്ളാഹുവെ റാഹത്തായ ഒരു ജോലി ആ സഹോദരന് നീ നൽകണം റഹ്മാനെ. ഈ പുണ്യമായ സമയത്തിന്റെയും ഈ സദസ്സിന്റെയും ബറക്കത്ത് കൊണ്ട്, അദ്ദേഹം ചെയ്ത സദഖയുടെ പുണ്യം കൊണ്ട് റാഹത്തായ ഒരു ജോലി, ഖൈറായ ഒരു ജോലി ആ സഹോദരന് അടുപ്പിച്ച് നൽകി അവരെ, ആ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ബിഫദ്ലി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകൾ ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. ആഭരണങ്ങൾ കൊടുത്തയച്ചവരൊക്കെ പല ആളുകളും അതിൽ എഴുതി അറിയിച്ച രോഗം മാറാനും മരിച്ചവർക്ക് വേണ്ടിയും ഉദ്ദേശങ്ങൾ നേറാനും മക്കളുടെ കാര്യത്തിനും മക്കളെ കെട്ടിക്കാനും കല്യാണം കഴിഞ്ഞവരിൽ വർക്കത്തുണ്ടാവാനും മക്കളില്ലാത്തവരും ഗർഭിണികളുടെ സുഖപ്രസവത്തിനും പല കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് അതൊക്കെ റബ്ബിനറിയാം. നമ്മുടെ ഒരു കാര്യം നിയത്ത് ചെയ്താൽ തന്നെ അതാണല്ലോ പ്രധാനം. അത് എഴുതിയാലും ഇല്ലെങ്കിലും വായിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം അത് റബ്ബ് അറിയുന്നവനാണ്. ആ ആഗ്രഹം ഇല്ലാതെ എഴുതിയിട്ടും പറഞ്ഞിട്ടും പ്രയോജനമൊന്നും ഇല്ലതാണ്. ആഗ്രഹത്തിനാണ്, മനസ്സാണ് അത് ഏറ്റവും പ്രധാനം. അള്ളാഹു നമ്മുടെ ഒക്കെ മനസ്സിലെ ആ പ്രത്യേകിച്ച് ദുആ കേൾപ്പിച്ചവരുടെ ഒക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. ബിഫദ്ലി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിച്ചവരുടെ വർത്തമാനങ്ങൾ എന്നതാണ് ഇന്നത്തെ വിഷയം. പൊതുവെ നമ്മൾ തെരഞ്ഞെടുത്ത പല വിഷയങ്ങളും, പ്രത്യേകിച്ച് റമളാൻ ഇങ്ങനെയുള്ള ഒരു സമയം, ഇങ്ങനെയുള്ളൊരു സന്ദർഭം,
ഇതിൽ ഏറ്റവും പ്രധാനമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമ്മുടെ മനസ്സ് നന്നാവാനും ആത്മീയമായി ഉയരാനുമുള്ള ആലോചനകൾ, ചിന്തകൾ, അതാണ് പ്രധാനമായി ഉദ്ദേശിച്ചത്. നമ്മളെപ്പോഴും പറയാറുമുണ്ട്, ദീൻ എന്ന് പറഞ്ഞ മതം എന്ന് പറഞ്ഞാൽ ഒരു ഭാരം ഉള്ളതല്ല. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാരം ഉള്ളതല്ല. എന്ന് പറഞ്ഞാൽ ദീനീ കാര്യങ്ങളൊക്കെ ഒരുപാട്, നമ്മളൊക്കെ എല്ലാവരും എല്ലാ മസ്അലകളും പഠിച്ചവരും എല്ലാ നിയമങ്ങളും അറിയുന്നവരും അങ്ങനെ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി ആ തരത്തിൽ ഉള്ള ഒന്നല്ല ദീൻ. ദീനിന് നിയമങ്ങളുണ്ട്, ഏത് കാര്യത്തിനും മസ്അലകളുണ്ട്, ഹുക്കുമുകളുണ്ട്, വിധികളുണ്ട്, ചർച്ചകളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീനി കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടത് ഏറ്റവും പ്രധാനമായി മനസ്സിന്റെ ഒരു മാറ്റമാണ്, ആത്മീയമായ ഒരു ഉയർച്ചയാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തും വയലുകൾ, വയലിന്റെ വേദികൾ, തത്വോപദേശങ്ങളും മനസ്സിലേക്ക് ചിന്തിപ്പിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ഉഖ്റവിയായ ചിന്തകളും ചരിത്രങ്ങളും അങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ഒരു രീതി. ഖുർആനിലും ഏറ്റവും കൂടുതൽ പറഞ്ഞ വിഷയങ്ങൾ അങ്ങനെയുള്ള ചരിത്രങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നെയാണ്. ചരിത്രത്തിൽ മഹാന്മാരായ ഉലമാക്കൾ, ആലിമീങ്ങൾ, അവര് ഏറ്റവും കൂടുതൽ കിതാബുകൾ, രചനകൾ നടന്നതും ആ മേഖലകളിലാണ്. ഫിഖ്ഹ് മാത്രമാണ് ദീനായിരുന്നെങ്കിൽ ആ കുറെ നിയമങ്ങൾ മാത്രം അതങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടത് മാത്രം മതിയായിരുന്നു. ദോഷം തന്നെ തുടങ്ങിയതാ. അപ്പോ ഫിഖ്ഹിയായ നിയമങ്ങൾ അത് മാത്രമാണ് ദീനെങ്കിൽ ആ തരത്തിലുള്ള കിതാബുകളും ആ തരത്തിലുള്ള വിഷയങ്ങളും മാത്രം ചർച്ച ചെയ്യുകയും അത് ചരിത്രത്തിൽ നിലനിൽക്കുകയും ചെയ്യും. അതിനപ്പുറം തത്വോപദേശങ്ങളും വഅളുകളും നസീഹത്തുകളും ഗുണപാഠങ്ങളും ആത്മീയമായ കാര്യങ്ങളും ഇതാണ് നമ്മുടെ മഹാന്മാർ നിലനിർത്തിയത്. തസവൂഫിയായ ചിന്തകൾ, ആലോചനകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഹുമൈദി റഹിമഹുല്ല എന്ന മഹാൻ, അദ്ദേഹം ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ഹക്കീമായ തത്വജ്ഞാനിയായ ഖുർആൻ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കപ്പലിൽ താന്തോന്നിയായ കള്ളു കുടിച്ച് ഒരു മദാലസ പെണ്ണുമായി നൃത്തം ചവിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ കപ്പലിലുണ്ടായിരുന്നു. ലക്ഷ്യത്തിലേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, അങ്ങനെയാണല്ലോ ബസ്സിലും ട്രെയിനിലൊക്കെ പല തരക്കാരുണ്ടാവും. ഫ്ലൈറ്റിലാണെങ്കിലും ഇപ്പോഴും കപ്പലിലാണെങ്കിലും പല കോലക്കാരും പല ലക്ഷ്യക്കാരും പല ആളുകളുണ്ടാവും. നല്ലവരുണ്ടാവും, ചീത്തവരുണ്ടാവും. ഒരാൾ മദാലസയായ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചുകൊണ്ട് കള്ള് കുടിച്ച് നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണ് പാട്ട് പാടുന്നു. ആ പാട്ടിനനുസരിച്ച് ഇവൻ നൃത്തം ചവിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഹക്കീമായ യുവാവായ കാണാൻ ഭംഗിയുള്ള ഒരു മഹാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ താന്തോന്നിയായ കള്ളു കുടിക്കാനും ും ഈ പെണ്ണുമായി നൃത്തം ചവിട്ടാനും ഉല്ലസിക്കാനും കപ്പലിൽ കയറിയ ഈ ചെറുപ്പക്കാരൻ
അവന്റെ ഒരു അതിക്രമം കൊണ്ട്, അവന്റെ ഒരു സംസ്കാരത്തിന്റെ ആ ഒരു രീതിയിൽ ഈ മുഅ്മിനായ നല്ലവനായ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, യാ ഫതാ തുഹ്സിനു മിസ്ല ഹാദാ, അല്ല ചെറുപ്പക്കാരാ, നിനക്ക് ഇവളെക്കാൾ പാടാൻ കഴിയോ എന്ന് ചോദിച്ചു. ആരോട്? നല്ലൊരാളാ. ഈ പെണ്ണിന്റെ പാട്ട് കപ്പലിൽ എല്ലാവരും കേൾക്കുന്നുണ്ട്, ഇവന്റെ കൂത്താട്ടവും കാണുന്നുണ്ട്. ഈ മഹാനോട് ചോദിച്ചു, ഇവളെക്കാൾ നിങ്ങൾക്ക് പാടാൻ കഴിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതെ, ഞാന് ഇതിനേക്കാൾ മനോഹരമായി പാടാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനേക്കാൾ മനോഹരമായി പാടാം. കാനൽ ഫഖീറു ഹസന സൗത്ത്, നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു മഹാനവറുകൾ. നല്ല ശബ്ദമായിരുന്നു, നല്ല മനോഹരമായ ശബ്ദമായിരുന്നു, നല്ല ഈണവും രാഗവും. എന്നാ നീ പാട് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവര് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ വലാ തുസ്ലമൂന ഫതീലാ ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. സൂറത്തുൻ നിസായിലെ ആ ആയത്തുകൾ ഓതി. നമ്മളിപ്പോ ഓതിയ പോലെ ഒന്നല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഓതിയാൽ കേട്ടാൽ കൊതി തീരാത്ത, അത് അർത്ഥമറിയുന്നവരും അത് ആശയം ചിന്തിക്കുന്നവരും ആണെങ്കിൽ അതങ്ങോട്ട് കൽബിലേക്ക് തറച്ച്. അല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഹുമൈദി റഹിമഹുല്ലാ ഖത്ലൽ ഖുർആൻ എന്ന പേരുള്ള ഒരു കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്ലൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊന്നവരെന്നർത്ഥം. ഖുർആൻ കൊന്നവര്, ഖുർആൻ കേട്ടിട്ട് മരിച്ചുപോയ ആളുകൾ, നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേട്ട് മരിച്ചുപോയവർ, ഖുർആൻ ഓതി അതിലെ അങ്ങോട്ട് ചിന്തിച്ചുകൊണ്ട് അതങ്ങോട്ട് കൽബിലേക്ക് കയറി അങ്ങനെ മരിച്ചുപോയ കുറെ മഹാന്മാരുടെ ഒരുപാട് ആളുകളുടെ ചരിത്രം ക്രോഡീകരിച്ച് ഖത്ലൽ ഖുർആൻ എന്ന പേരിൽ ഒരു കിതാബ് തന്നെ ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട്. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ദുനിയാവ് വളരെ നിസ്സാരമല്ലേ, ദുനിയാവ് വളരെ കുറഞ്ഞതാണെന്ന് പറയണം നബിയെ. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, പരലോകം മുത്തഖീങ്ങൾക്കാണ്, പരലോകം മുത്തഖീങ്ങൾക്കാണ്. വലാ തുസ്ലമൂന ഫതീലാ, ഏറ്റവും നിസ്സാരമായ ചെറിയ രൂപത്തിൽ പോലും അവർ ആക്രമിക്കപ്പെടൂല. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് മരണം വരും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഏത് ബന്ധിപ്പിച്ച് ഏത് ശക്തമായ കോട്ടകൊത്തളങ്ങളിലാണെങ്കിലും ശരി, മരണം എവിടെയാണെങ്കിലും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ഈ ആയത്തങ്ങട് കേട്ടപ്പോൾ അത് ഈ ചെറുപ്പക്കാരൻ, ഈ ഫഖീറായ ചെറുപ്പക്കാരന്റെ ശബ്ദവും ആ രീതിയും ആ ശൈലിയും ഏറ്റവും രസകരമായ രൂപത്തിൽ ഇതങ്ങട്ട് ഈ ഖുർആനങ്ങ് കേട്ടപ്പോ ഈ താന്തോന്നിയായ ഈ ചെറുപ്പക്കാരന്റെ കൽബിലേക്ക് അതങ്ങട്ട് കയറി. ഫറമർ റജുലു മാ ബിയദിഹി മിനശ് ശറാബ്, അവന്റെ കയ്യിലുണ്ടായിരുന്ന കള്ളും കൊപ്പി അവൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, അശ്ഹദു അന്ന ഹാദാ അഹ്സന മിമ്മാ സമീഅതു, ഇത് എന്തൊരു അത്ഭുതമാണ്, ഞാൻ ഇന്നേ വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വർത്തമാനം, ഞാൻ ഇന്നേ വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ആശയങ്ങൾ, ഇതെന്തൊരു രസം, ഇതെന്തൊരു ആനന്ദം, ഇതെന്തൊരു ശബ്ദം, ഇതെന്തൊരു രാഗം, ഇതെന്തൊരു താളം, അതിനേക്കാൾ ഇതിലെ ആശയങ്ങൾ, ഇതിന്റെ അർത്ഥങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ഫഹൽ ഗൈറ ഹാദാ, ഇനി നിന്റെ അടുത്ത് വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, എന്നിട്ട് പിന്നെ ഓതി, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഹഖ്, ഈ ഹഖായ കാര്യങ്ങൾ, ഈ പറയുന്ന ഹഖായ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ്. ഫമൻ ശാഅ ഫൽയുഅ്മിൻ, ഖുർആൻ പറയുന്ന ഈ ഹഖായ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചവർ വിശ്വസിക്കട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ,
അല്ലാത്തവരെ അതിനെ കളവാക്കട്ടെ. ഈ മുഅ്മിനീങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് മുഅ്മിനീങ്ങളാവാ, നിഷേധിക്കുന്നവർക്ക് കാഫിരീങ്ങളാവാ. ഇന്നാ അഅതദ്നാ ലിൽസാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ. ളാലിമീങ്ങൾക്ക്, അക്രമികളായ ആളുകൾക്ക് നാം തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകം, അതിശക്തമായ നരകം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ളാലിമീങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകത്തെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് ഓതിക്കൊടുത്തു. അപ്പോൾ ഫവഖഅത മിൻ ഖൽബിഹി മൗഖിയ, അത് അതിനേക്കാൾ മുമ്പത്തേതിനേക്കാൾ ഈ യുവാവിന്റെ ഹൃദയത്തിലേക്ക്, കൽബിലേക്ക് തറച്ചു. വറമാ ബിശ്ശറാബി ഫിൽ മാഇ വകസ്സറൽ ഊദ്, അവന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, നൃത്തം ചവിട്ടാൻ ഉപയോഗിച്ചിരുന്ന ഒരു വടി. ആ വടി കൊണ്ടാണ് നൃത്തം ചവിട്ടിയിരുന്നത്. അവൻ ഇതും കേട്ടപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന വടി പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, യാ ഫതാ ഹൽ ഹുനാ ഫറജ്, ഞാൻ അക്രമിയായി പോയി, ഞാൻ ലാലിമായി പോയി, കള്ളുകുടിയനായി, വ്യഭിചാരിയായി, തമ്മാടിയായി, കൂത്താടുന്നവനായി. ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ആ തമ്മാടി ഞാനായി പോയി. ഞാൻ നരകാവകാശിയാണോ? രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സഹോദര? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ അടുത്ത ആയത്ത് ഓതിക്കൊടുത്തു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അല്ലാഹുവിന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം. അല്ലാഹ് പറഞ്ഞു, നബിയെ പറയണം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഏത് വലിയ അതിക്രമം തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന് നിരാശ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്. ഇതങ്ങോട്ട് കേട്ടതോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് ഫസാഹ സൈഹത്തൻ, ഒരു ഒച്ചയിട്ടു. ഫനദറു, കപ്പൽക്കാര് ഇവൻ ഒരു ഒച്ചയിട്ട്, ഒരു ദിക്റും ചൊല്ലി ഒച്ചയിട്ട് ഒരൊറ്റ വീഴ്ചയാണ്. ആ വീഴ്ച എല്ലാവരും ഓടിക്കൂടി. എന്ത് പറ്റി? ഫനദറു ഇലൈ ഫഇദാ ഹുവ ഖദ് മാത റഹിമഹുല്ലാഹ്, അപ്പോൾ ആ ചെറുപ്പക്കാരൻ മരിച്ചു പോയിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റഹിമഹുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ പേര് കേട്ടാലൊക്കെ പറയുന്ന അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്ന ആ ഒരു മനോഹരമായ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന് കൊടുത്തു. എന്തുണ്ടായി? തൗബ ചെയ്തിട്ട് പിന്നെ നിസ്കരിക്കാൻ നേരം കിട്ടിയോ? നോമ്പ് നോൽക്കാൻ നേരം കിട്ടിയോ? കള്ളും കുപ്പി അപ്പ വലിച്ചെറിഞ്ഞിട്ടേ ഉള്ളൂ. ആ പെണ്ണിന്റെ കൈപ്പടി അപ്പോൾ വിട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഖുർആൻ കൽബിലേക്ക് അങ്ങോട്ട് കയറി. ഒരു നിമിഷം, ഏതാനും ചുരുങ്ങിയ മിനിറ്റുകൾ കൽബിൽ ഈമാൻ അങ്ങ് കത്തിപ്രകാശിച്ച് ഖുർആൻ കത്തിച്ച ആ മനോഹരമായ വെളിച്ചം ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് ഹൃദയത്തിലേക്ക് കയറി. അപ്പോൾ മരിച്ചു. അല്ലേ? ചിന്തിക്കണം. അപ്പോൾ എന്താണ് ദീൻ? ആ മഹാമനുഷ്യൻ സ്വർഗക്കാരനായില്ലേ? അയാളെ ചരിത്രം പറയുമ്പോൾ പറയുന്നവരും കേൾക്കുന്നവരും റഹിമഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ, മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ചൊക്കെ പറയുന്ന വർത്താനം പറയണം എന്നതാണ് മഹാന്മാര് പഠിപ്പിച്ച നിയമം. നിസ്കരിച്ചോ? ഇല്ല. നോമ്പ് നോറ്റോ? ഇല്ല. പിന്നെയോ? കള്ളുകുടിച്ചു, വിചരിച്ചു, കൂത്താടി, ആ കള്ളുമുപ്പി അപ്പം അങ്ങോട്ട് വലിച്ചെറിഞ്ഞേ ഉള്ളൂ. ഒരായത്ത്, 2-3 ആയത്ത് അങ്ങോട്ട് കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പം മരിച്ചു, കഴിഞ്ഞു. അതാണ് ഖായിഫീങ്ങൾ, ഭയപ്പെട്ടവർ, അള്ളാനെ പേടിച്ചവർ. ഒരുപാട് ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ടവർ ആ കിതാബിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ കേട്ട് മരിച്ചവര്, ഖുർആൻ സ്വന്തമായി ഓതുമ്പോൾ അതങ്ങട്ട് കൽബിലേക്ക് അങ്ങോട്ട് കയറി താങ്ങാൻ കഴിയാതെ മരിച്ചവര്. നിസ്കാരത്തിന് മറ്റുള്ളവർ ഖുർആൻ ഓതുന്നത് കേട്ട് മരിച്ചവർ. നമ്മളങ്ങനെ മരിച്ചവരെ കണ്ടിട്ടില്ലെങ്കിലും, ഇല്ലാന്ന് പറയണില്ല, ഇപ്പോഴും ഹറമിലൊക്കെ അങ്ങനെ മരണങ്ങൾ നടക്കാറുണ്ട്. പരിശുദ്ധമായ മക്കയിലും മദീനയിലുമൊക്കെ അങ്ങനെയുള്ള മരണങ്ങൾ ഈ അടുത്ത കാലത്തും നടന്നിട്ടുണ്ട്. നിസ്കാരത്തിനിടയിൽ അങ്ങോട്ട് വീഴാ, മരിക്കുക, സുജൂദിൽ കിടന്ന് മരിക്കുക. ഈ അടുത്ത് പരിശുദ്ധമായ മദീനയിലെ ഹറമിൽ ജുമുഅ നിസ്കാരത്തിന് സുജൂദിൽ കിടന്നിട്ട് ഒരാള് മരണപ്പെട്ടു. അതൊക്കെ ഈമാനാണ്. ആ സമയത്ത് ആ ഈമാനും, എത്രയോ നമ്മളൊക്കെ കാണാറുണ്ടല്ലോ,
ഇനി ഒരുപക്ഷെ നേരെ അല്ലെങ്കിലും അവിടുത്തെ നിസ്കാരങ്ങളൊക്കെ ലൈവായി ചാനലുകളിലൂടെ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയുന്ന, ഖുർആൻ ഇങ്ങനെ കേട്ടിങ്ങനെ പൊട്ടിക്കരയുന്ന ആളുകൾ, റമദാനിലൊക്കെ തറാവീഹ് നിസ്കാരമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കരയുന്ന ആളുകൾ, ഖൽബിലേക്ക് ഖുർആൻ കയറിയ ആളുകൾ. ഖൗഫ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം, ഭയം. അല്ലേ? ഖശിയത്ത്, അള്ളാഹുവിലുള്ള ഭയം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകണം. അതിനെന്ത് വേണം? ഖൗഫും ഖശിയത്തും തമ്മിലുള്ള വ്യത്യാസം മഹാന്മാര് ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു. ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. പേടി എന്നത് മനുഷ്യന്റെ ഒരു വികാരമാണ്. അത് കുട്ടികൾക്കുണ്ടാവും, പെണ്ണുങ്ങൾക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അല്ലേ? മുഅ്മിനീങ്ങൾക്കും ഉണ്ടാവും, അല്ലാത്തവർക്കും ഉണ്ടാവും. എല്ലാവർക്കും മനുഷ്യൻ എന്നുള്ള നില എല്ലാവർക്കും ഉണ്ടാവും പേടി. പാമ്പിനെ കണ്ടാ പേടി, അല്ലെ അടി കിട്ടും എന്നുള്ള പേടി, അല്ലേ? അങ്ങനെ ഓരോ പേടി, എന്തെങ്കിലും അപകടം വരും എന്നുള്ള പേടി. പേടി എന്ന ആ ഒരു രീതി, ഒരു സ്വഭാവം, അത് മാനുഷികമായ ഒരു വികാരമാണ്. അതില്ലെങ്കിൽ അവന് മനസ്സ് 100 എന്നതിന്റെ അർത്ഥം. ഒരു പേടിയില്ല, ഓന പിരാന്തനാന്നല്ല പറയാ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു പേടിയില്ല എന്ന് പറഞ്ഞാൽ ധൈര്യമല്ല, അത് വേറെ. ധൈര്യം എന്നത് വേറൊന്നും. ഇതിപ്പോ ഒരു മാനസിക രോഗിയായ ഒരാള്, അയാള് തീരെക്കണ്ട് കൈയിട്ടു ഒരു പേടിയില്ലാതെ, അത് മാനസിക രോഗം കൊണ്ടാണ്, അല്ലാതെ ധൈര്യം കൊണ്ടല്ല, സുഖമില്ലാത്തതുകൊണ്ടാണ്. ഭയം എന്നത് ഒരു നിശ്ചിത അളവിൽ എല്ലാ മനുഷ്യരിലും ഉണ്ടാവണം. ഇനി ഖശിയത്ത് എന്ന് പറഞ്ഞാല് ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ട പേടിയാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അത് അറിവുള്ള ആളുകൾക്ക് ഉണ്ടാവുക, അറിവോടുകൂടെ ഉണ്ടാകുന്ന ഭയം, അതിനാണ് ഖശിയത്ത് എന്ന് പറയാ. അള്ളാനെ പേടി എങ്ങനെ? അള്ളാനെ അറിഞ്ഞുകൊണ്ടുള്ള പേടി. ഒരാള് എന്ത് പള്ളികൾക്ക് വരാത്തത്, എനിക്ക് അള്ളാനെ പേടിയാണ് കാണും. അല്ല, നിസ്കരിക്കാത്ത എന്താന്ന് ചോദിച്ചു, പള്ളികൾക്ക് വരാത്ത എനിക്ക് അള്ളാനെ പേടിയാണ്. അവിടെ അള്ള ഉണ്ടാവില്ല, ഞാൻ അള്ളാനെ പേടിച്ചിട്ട് നിസ്കരിക്കാത്തത്. അത് എന്ത് പേടിയാ? അല്ലേ? അള്ളാനെ പേടി, അള്ളാന്റെ വീടാണ്, അള്ളാനെ പേടിയാണ്, അതുകൊണ്ട് അള്ളാന്റെ വീട്ടിലേക്ക് ഞാനില്ല. അപ്പൊ അള്ളാനെ പേടിക്കണ്ട അങ്ങനെയല്ലല്ലോ. അള്ളാനെ പേടിയുണ്ടെങ്കിൽ അള്ളാന്റെ വീട്ടിലേക്ക് വരും, കൂടുതൽ അടുക്കും. അങ്ങനെയാണ് അള്ളാനെ പേടിക്കേണ്ടത്, അല്ലേ? അല്ലാതെ പാമ്പിനെ പേടിക്കും പോലെ അല്ല അള്ളാനെ പേടിക്കേണ്ടത്. പാമ്പുള്ളടത്തേക്ക് അല്ലെങ്കിൽ സിംഹത്തിലുള്ള കൂട്ടിലേക്ക് ഞാൻ കയറൂല എന്നതുപോലെ അല്ല പള്ളികൾക്ക് കയറൂല എന്ന് പറയേണ്ടത്. അപ്പൊ ഖശിയത്ത്, അള്ളാനെ പേടിക്കുക, ദീനിയായി പേടിക്കുക എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ട പോലെ പേടിക്കുക. നരകത്തെ പേടിക്കുക, മരണത്തെ പേടിക്കുക. മരണപ്പേടി എല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? ഖൗഫ്, മരിക്കാൻ പേടി ആർക്കല്ലാത്ത? എല്ലാവർക്കും ഉണ്ടാവില്ലേ മരിക്കാൻ പേടി? മുഅ്മിനിന്റെ മരണപ്പേടി ഉണ്ടാവേണ്ടത് മരിക്കാനുള്ള പേടിയല്ല. മുഅ്മിനുണ്ടാവേണ്ടത് സൂൽ ഖാത്തിമത്തിന്റെ പേടിയാണ്. മോശമായ മരണം വരും എന്നുള്ള പേടിയാണ് മുഅ്മിനുണ്ടാവുന്നത്. അത് ഖശിയത്താണ്. മരിക്കാൻ എല്ലാവർക്കും പേടി ഉണ്ടാവൂലേ? ആരംഭം മരിക്കാൻ തയ്യാറുള്ളവര്? മനുഷ്യൻ എന്നുള്ള നിലയിൽ മരണത്തെ എല്ലാവർക്കും പേടി തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിക്കാൻ പേടില്ലെങ്കിൽ അത് മാനസിക രോഗമാണ്, അല്ലേ? അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ആത്മഹത്യകളൊക്കെ വർദ്ധിക്കുന്നതാണ്. അത് സത്യത്തിൽ ആ സമയത്ത് മനുഷ്യന്റെ മനസ്സിന്റെ നില താളം തെറ്റാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനുണ്ടാവേണ്ടത് മരണപ്പേടി എന്നത് എങ്ങനെയായിരിക്കും? മരണം നല്ല നിലക്ക് മരിക്കുകയാണെങ്കിൽ മുഅ്മിനിനെ പേടിക്കണ്ട. മുഅ്മിനിന്റെ പേടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അൽ മൗത്തു തുഹ്ഫത്തുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ മരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമ്മാനമാണ്, ഏറ്റവും നല്ല പാരിതോഷികമാണ്. കാരണം അള്ളാഹു സ്വർഗത്തിലെ വാതിൽ തുറന്നു കൊടുക്കാൻ അങ്ങോട്ട് കയറുന്ന് പറയാ. അതല്ലേ മുഅ്മിനിന് മരണം? ഇടുക്കത്തിന്റെ ലോകത്ത് നിന്ന്, വേദനകളുടെ ടെൻഷനുകളും ആദികളും പ്രയാസങ്ങളും ആ ലോകത്ത് നിന്ന് സ്വർഗവാതിൽ തുറന്നു കൊടുക്കുകയാണ്, ഇങ്ങോട്ട് കയറ്. ഇതാണ് മരണം. മുഅ്മിന് സന്തോഷമല്ലേ? ഏറ്റവും വലിയ സന്തോഷം. പിന്നെ പുറത്ത് ചാടാൻ പറഞ്ഞാൽ മുഅ്മിൻ പുറത്ത് ചാടൂല, അല്ലേ? എന്റെ ചെറിയ ഉദാഹരണം പറയാറുണ്ട്. കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ കുഞ്ഞ് കരയാ, അല്ലേ? അതൊരു സിമ്പിളാണ്. കാരണം നമ്മളും അങ്ങനെ തന്നെ, മരിക്കുമ്പോൾ നമ്മളും കരയും.
ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്ത്, പരിചയമില്ലാത്തൊരു ലോകത്തേക്ക് പോകുമ്പോൾ ഒരു വെപ്രാണാണ്. എന്തൊക്കെ അവിടെ ഉണ്ടാകണാവോ അല്ലേ? ഉള്ള ലോകത്തോട് യാത്ര പറയുമ്പോൾ, കാരണം ഈ ദുനിയാവിൽ ഭാര്യ, മക്കള്, കുട്ടികള്, സ്വത്ത്, സംവിധാനം, ഇതൊക്കെ ഇട്ട് ഖബറിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഉള്ള ബേജാറ് സഹിക്കാൻ കഴിയണില്ല, ആലോചിക്കാൻ കഴിയണില്ല. ഗർഭപാത്രം എന്ന ഇരുട്ടറയിൽ നിന്നാണ് കുഞ്ഞ്. സത്യത്തിൽ ആ കുഞ്ഞിനെ അത് നല്ല സുഖത്തിന്റെ ലോകമായിരുന്നു. ഗർഭപാത്രം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖമായിരുന്നു. ഒരു ടെൻഷനും ഇല്ല അല്ലേ? ഒരു ടെൻഷനും ഇല്ല, ഒന്നും അന്വേഷിക്കണ്ട. ഭക്ഷണം കഴിക്കണമെങ്കിൽ പല്ല് വേണ്ട, അതിങ്ങനെ തൊള്ളലിട്ട് ചവച്ചരക്കണ്ട, അതിങ്ങനെ നേരെ ശരീരത്തിലേക്ക് പൂക്കൾ കൂടി അങ്ങനെ കയറുകയാണ്. ഒരു ടെൻഷനും കേൾക്കണ്ട, ഒരു ടെൻഷനും കാണണ്ട, ഒന്നുമില്ല. സുഖസുന്ദരമായിട്ട് അങ്ങനെ നല്ല റാഹത്തായി അനങ്ങാതെ ഉണ്ടാതെ ഒച്ചമുളിയും ഒന്നുമില്ലാതെ അല്ലേ 9 മാസത്തിലധികം ഇങ്ങനെ കിടക്കണം. അവിടുന്നാണ് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിച്ചത്. അപ്പൊ ഇങ്ങോട്ട് കരഞ്ഞു. ഇനി അതേപോലെ ലോകത്തേക്ക് നമ്മൾ തിരിച്ച് കയറ്റാണ്. അപ്പൊ നമ്മൾ പിന്നെയും കരയാണ്. പിന്നെ അവിടെ എത്തിയാലോ പിന്നെ തിരിച്ചു വരാൻ പറഞ്ഞാൽ, ഈ കുട്ടിയോട് ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഏതെങ്കിലും കുട്ടി എന്താ പറയാ? നമ്മളൊക്കെ അവിടുന്ന് വന്ന കുട്ടികളാണല്ലോ. ഗർഭപാത്രത്തിൽ തന്നെ പോയി കിടക്കണമെന്ന് വെച്ചാൽ നമ്മള് എന്താ ചങ്ങായി സുഖല്ലേ, ശ്വാസം മുട്ടൂലേ, അവിടെ ഇരുട്ടല്ലേ ഇരിക്കാനോ, പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഗർഭപാത്രം കബറ് പോലെ വെളിച്ചമല്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഭാഗ ഗർഭപാത്രം. അതെന്നിങ്ങോട്ട് വന്നു. പിന്നെ തിരിച്ചു പോകാൻ പറഞ്ഞാൽ നീ തയ്യാറല്ല. ഖബറിലേക്കൊരു മുഅ്മിനെത്തി. ഇപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കണെന്ത്, അവിടെ പോയി ഇരുട്ടാവും, ബുദ്ധിമുട്ടാവും, കഷ്ടപ്പാടാവും. പക്ഷെ ഒരു മുഅ്മിനിന്റെ ഖബറിലേക്ക് എത്തി ഓനോട് പറയാം ഇനി ദുനിയാവിലേക്ക് ഞാൻ തിരിച്ചു പോകണമെന്ന് വെച്ചാൽ ഓൻ പറയും വേണ്ടെന്ന്. ഈ ടെൻഷനും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേദനയും അല്ലേ, എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടാ ദുനിയാവ്. ആ ദുനിയാവിലേക്ക് ഞാൻ ഇല്ല എന്ന് മുഅ്മിൻ പറയും. അള്ളാഹു അങ്ങനെ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മുഅ്മിനിന്റെ ഖശിയത്ത്, അത് മരണം എന്താണ്, മരണം എന്താണ്, ഖബർ എന്താണ്, നരകം എന്താണ്, സ്വർഗം എന്താണ്, പരലോകം, ഇതൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന പേടി. അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ നാമങ്ങൾ, പടച്ച റബ്ബിന്റെ സിഫാത്ത്, അള്ളാഹിന്റെ സ്നേഹം, അള്ളാഹിന്റെ ഗുണം, അള്ളാഹിന്റെ ശിക്ഷ, അള്ളാഹിനെ അറിയുമ്പോൾ അള്ളാഹിനെ പേടി, പരലോകത്തെ അറിയുമ്പോൾ പരലോക പേടി, മരണത്തെ അറിയുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള പേടി, അറിഞ്ഞുകൊണ്ടുള്ള ഭയം, പേടി, അതാണ് മുഅ്മിനിന് ഉണ്ടാവേണ്ടത്. അതിനാണ് ഖശിയത്ത് എന്ന് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിഫ്താഹുദ് ദുനിയാ അശ്ശബ, ദുനിയാവിന്റെ താക്കോല് എന്ന് പറഞ്ഞാൽ വയറ് നിറയലാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ആസ്വദിക്കലാണ്, പരിധി വിട്ടുകൊണ്ട് ദുനിയാവ് ആസ്വദിക്കലാണ്. വമിഫ്താഹുൽ ആഖിറ, ആഖിറത്തിന്റെ താക്കോല് എന്ന് പറഞ്ഞാൽ അൽ ജൂഅ്, വിശപ്പാണ്. വാസുല കുല്ലി ഖൈറിൻ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറിന്റെയും അടിത്തറ അൽ ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടലാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു. ഒരാൾ ദുനിയാവിന്റെ ആളാവും എപ്പോഴാ? ദുനിയാവിന്റെ അള്ളാഹുവിൽ നിന്നകന്ന്, പരലോകത്തു നിന്നകന്ന് ദുനിയാവിന്റെ ആളാവുക, ദുനിയാവിന്റെ ആളായിക്കൊണ്ടേയിരിക്കപ്പോഴാ നിയമത്ത് ഇങ്ങനെ കൂടുമ്പോ, വയറ് പട്ടിണി എടുക്കുമ്പോൾ ദുനിയാവിന്റെ ആളാവൂല, പിന്നെ വയറ് നിറഞ്ഞു അപ്പോഴാവും ദുനിയാവിന്റെ ആളാവുക. അതൊരു ചെറിയ ഉദാഹരണമാണ്. അതേപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ വീടുമില്ല, പെരയില്ല, ഒന്നുമില്ല, അപ്പോ അള്ളാഹിനെ പേടിയൊക്കെ ഉണ്ടാവും. പിന്നെ സൗകര്യങ്ങളായി, അപ്പൊ അള്ളാഹിനെ മറന്നു. നല്ല സുഖസൗകര്യങ്ങൾ ഏത് രംഗത്തും, ഭക്ഷണത്തിലും വസ്ത്രത്തിലും വീട്ടിലും സൗകര്യങ്ങൾ ഇങ്ങനെ കൂടുന്തോറും നമ്മൾ ദുനിയാവിന്റെ ആളായി എങ്ങനെ മാറും? കഷ്ടപ്പാട് ഇങ്ങനെ കൂടുമ്പോൾ ആഖിറത്തിലേക്ക് അടുക്കുകയും ചെയ്യും. അതാണ് ഒരു അടിത്തറ മഹാനവറുകൾ പറഞ്ഞത്. നേരെ തിരിച്ചുണ്ട്. എങ്ങനെ? നേരെ തിരിച്ചുകൊണ്ട്, അതായത് നല്ല സൗകര്യമുള്ള ആളുകൾ അള്ളാന്റെ ആൾക്കാരായി മാറി. അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ വലിയ മുതലാളിമാരും രാജാക്കന്മാരും കഴിഞ്ഞുപോയി. പട്ടിണി പാവങ്ങൾ നരകക്കാരുമായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ ഒരു ഹദീസില്, അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള, അള്ളാഹ് തിരിഞ്ഞു നോക്കാത്ത 3 ആളുകളെ പരിചയപ്പെടുത്തി. ഒന്ന് മുദ്മിൻ ഖംറ്,
കള്ള് കുടിക്കുക എന്ന് പറഞ്ഞാല് എപ്പോഴൊന്നും കുടിക്കുന്നല്ല, കള്ള് കുടിച്ചുകൊണ്ടേയിരിക്കുക, അതിനങ്ങോട്ട് അടിമപ്പെട്ടു. ശൈഖുൻ സാനിൻ, തന്ത, എന്നിട്ടും വ്യഭിചരിക്കുക. ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ പിന്നെ ഇനി ഓന്റെ ആ വികാരം, ഓന്റെ ആ പ്രായം അതൊക്കെ എന്ന് വിചാരിക്കുക. ഇത് തന്ത ആയിക്കണം, എന്നിട്ടും വ്യഭിചരിക്കുക, അള്ളാഹ്ക്ക് കണ്ടൂടാ. പിന്നെ വആയിലുൽ മുതകബ്ബിർ, ദരിദ്രനാ, ഭയങ്കര കിബറനുമാണ്. ദരിദ്രന പട്ടിണിക്കാരനാ, പക്ഷെ ഓന്റെ കിബറോ, കിബറനായ ദരിദ്രൻ, വയസ്സനായ വ്യഭിചാരി, കള്ളു കുടിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, ഈ മൂന്നാളുകളെ അള്ളാഹു തിരിഞ്ഞു നോക്കൂല, ദേഷ്യത്തോടു കൂടിയാണ് നോക്കുക. അള്ളാഹു ശിക്ഷിക്കൽ അള്ളാഹ്ക്ക് ബാധ്യതയാണ്. പല രൂപത്തിൽ അതിന്റെ ഗൗരവം മുത്തുനബി പറഞ്ഞു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ പട്ടിണിക്കാരനായി വിശപ്പ് അനുഭവിക്കുന്നവനായി എന്നതുകൊണ്ട് മാത്രം ആഖിറത്തിന്റെ ആളാവൂല. പട്ടിണിക്കാരൻ തന്നെ അവന്റെ കിബർ കാരണം, കിബറുള്ള പട്ടിണിക്കാരനായപ്പോൾ അവൻ അള്ളാന്റെ കോപത്തിനും നരകത്തിനും അവകാശിയായി. മുഅ്മിനീങ്ങളെ, അപ്പോൾ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറിന്റെ അടിത്തറ, ദുനിയാവിലും ആഖിറത്തിനും ഖൈർ വേണോ? അടിത്തറ അൽ ഖൗഫ്, പേടി, ഭയം. മഹാന്മാരായ സഹാബിമാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, പേര് കിതാബിൽ കാണുന്നില്ല, ബഅ്ദു സഹാബ, സഹാബിമാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ലൗ വദഅതു റിജ്ലിയൽ യുംനാ, എന്റെ വലത്തേക്കാൽ ഞാൻ സ്വർഗത്തിലേക്ക് വെച്ചാൽ, ലമാ അമിൻതു അത്താ അൽ യുസ്റാ, ഇടത്തേക്കാലും കൂടെ വെക്കുന്നതിലും എന്റെ പേടി മാറൂല. ഞാൻ സ്വർഗത്തിലേക്ക് എത്തി, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. റിദ്വാൻ അലൈഹിസ്സലാം കേറിക്കോളി എന്ന് പറഞ്ഞു, വലതുകാലം വെച്ചിട്ട് കേറിക്കോളി എന്ന് പറഞ്ഞു. ഞാൻ വലതുകാലം സ്വർഗത്തിലേക്ക് കണ്ട് വെച്ചു, എന്നാലും എന്റെ പേടി മാറൂല. ഹത്താ അമിൻതു ഹത്താ അലാൽ യുസ്റ, എന്റെ ഇടത്തേക്കാലം കൂടി അങ്ങോട്ട് വെച്ച് ഞാൻ സ്വർഗത്തിന്റെ ഉള്ളിൽ കണ്ടായി എന്ന് ഉറപ്പാകുന്നത് വരെ എന്റെ പേടി മാറൂല എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ സ്വഹാബിമാരിൽ ഒരാൾ. അല്ലേ, ചിന്തിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം കരയാണ്. ജിബ്രീൽ കരയുന്നത് കണ്ടപ്പോ ആ കരച്ചിൽ പലതരത്തിലുണ്ടല്ലോ. പേടിച്ചുള്ള കരച്ചിലാണ് ജിബ്രീൽ കരയുന്നത്. മുത്തുനബി ചോദിച്ചു, എന്തിനാണ് ജിബ്രീൽ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ തന്നെ കരഞ്ഞാലോ? അപ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് മലക്കുകൾക്ക് ഇൽമു പഠിപ്പിച്ച ഞങ്ങളുടെ ഉസ്താദ് ഇബ്ലീസ് പഴച്ചു പോയിട്ടുണ്ട്. ഞാൻ പഴച്ചു പോകുമോന്ന് എന്താ ഉറപ്പ്? പഴച്ചു പോകൂലേ? രക്ഷപ്പെടൂലേ? എന്നെക്കാൾ അറിവുള്ളവനും എന്നെക്കാൾ പടച്ച റബ്ബിനോട് അടുപ്പമുള്ളവനും ഒക്കെയായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഞങ്ങളുടെ കൂട്ടത്തിലെ ഉന്നതന്മാരായ മലക്കുകളായിരുന്നു ഹാറൂത്തും മാറൂത്തും. ഹാറൂത്തിനെയും മാറൂത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് നരകത്തിലെ കാലാകാലം കടക്കുന്ന നരകാവകാശികളാക്കി മാറ്റി. ഹാറൂത്ത് മാറൂത്ത് മലക്കുകളായിരുന്നു, ഞങ്ങളെപ്പോലെയുള്ള മലക്കുകളെ അല്ലാഹു മലക്കുകളെ നശിപ്പിച്ച് നരകത്തിലാക്കിയിട്ടുണ്ട് നബിയെ. ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചിരുന്ന ഇബ്ലീസിനെ നശിപ്പിച്ച് നരകത്തിലാക്കിയിട്ടുണ്ട് നബിയെ. ഞാൻ മലായിക്കത്തിന്റെ നേതാവാണ് എന്നതുകൊണ്ട് രക്ഷപ്പെടും എന്ന് എന്താ ഉറപ്പ്? ഉറപ്പിക്കണമെങ്കിൽ തീരുമാനമുണ്ട്. ഹിസാബ് കഴിഞ്ഞ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും സൈർ, കാര്യങ്ങളൊക്കെ തീരുമാനമായാലേ അതുവരെ എന്താ ഉറപ്പുള്ളത് നബിയെ? അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ സ്വഹാബത്തിന്റെ ഒക്കെ പേടി, ഞങ്ങളൊക്കെ സ്വഹാബിമാരാണല്ലോ എന്നുള്ള ധൈര്യമല്ല. മുത്തനബി എന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എന്റെ എല്ലാ സ്വഹാബിമാരും നക്ഷത്ര തുല്യരാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സ്വഹാബത്തിന് അറിയൂലേ? എന്നിട്ട് പറയും, സ്വഹാബിമാർക്ക് അറിയാം, സ്വഹാബിമാരെ കുറിച്ച് നക്ഷത്ര തുല്യരാണ്, അവരൊക്കെ നേരെ സ്വർഗത്തിലാണ്, സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്, അവരെ പിൻപറ്റിയാൽ ബാക്കിയുള്ളവരും രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞതൊക്കെ സ്വഹാബത്തിന് അറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് മുത്തുനബി പറഞ്ഞ മഹാനാണ്, സിദ്ദീഖീങ്ങളുടെ നേതാവാണ്. എന്നിട്ടും മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഒരു മുഅ്മിനിന്റെ നെഞ്ചത്ത് ഒരു രോമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ച് കരയുമ്പോ പറഞ്ഞതാ, ഞാന് ഒരു മനുഷ്യനായി ജനിച്ചു പോയല്ലോ റബ്ബേ, ഞാൻ ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നെഞ്ചിലുള്ള രോമായി ഇന്ന അള്ളാഹ് മാറ്റിയിരുന്നെങ്കിൽ ആ മുഅ്മിന്റെ കൂടെ സ്വർഗത്തിലേക്കാണ് പോകായിരുന്നു. ഞാനൊന്നും അറിയണ്ടല്ലോ, ഖബർ അറിയണ്ട, മരണം അറിയണ്ട, ഖബർ അറിയണ്ട, പിന്നെ ഹിസാബ് അറിയണ്ട, വിചാരണ ഒന്നും അറിയണ്ട, മുഅ്മിനിന്റെ കൂടെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഞാനൊരു പുൽക്കൊടിയായിരുന്നെങ്കിൽ അള്ളാഹു എന്നെ ഒരു സൃഷ്ടിയായ ദുനിയാവിലേക്ക് അയക്കാൻ ഉദ്ദേശിച്ചെങ്കിലും അത് കേവലം ഒരു പുൽക്കൊടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ മരണമോ ഖബറോ പരലോകമോ മശ്റയോ ഹിസാബോ ഒന്നും നേരിടേണ്ടി വരില്ലല്ലോ, ഭയപ്പെടേണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഹരിം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും സാഹിദീങ്ങളാണ്, വലിയ മഹാന്മാരാണ്. രണ്ടാളും കൂടെ ഇങ്ങനെ ഹിജാസിലേക്ക് പോവുകയാണ്. ഹിജാസിലേക്ക് പോകുന്ന സമയത്ത് അവരിങ്ങനെ യാത്രക്ക് വഴിയിൽ വണ്ടികളൊക്കെ നിർത്തി, ഒട്ടകങ്ങളൊക്കെ നിർത്തി അവരങ്ങനെ വിശ്രമിക്കുമ്പോ ആ സമയത്ത് ഒട്ടകം ഇങ്ങനെ ഒട്ടകം പുല്ല് തിന്നുമ്പോൾ ഹരിം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഇബ്നു ആമിറെ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ പുല്ലാവണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. ആര്? ഹരിം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു. ഇബ്നു ആമിർ, നിങ്ങൾക്ക് ഇങ്ങനെ പുല്ലാവണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, എന്താ മഹാനങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത്, പുല്ലാവാൻ ആഗ്രഹിക്കുക? അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെങ്ങനെയൊക്കെ ആക്കിയില്ലേ, അതിന് ശുക്ർ ചെയ്യല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഈ ഒട്ടകം പുല്ല് തിന്നുന്നത് കണ്ടപ്പോ ഞാൻ ചിന്തിച്ചത്, ഞാൻ ഈ മരുഭൂമിയിൽ ഇവിടെ ഒരു പുല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് ആ പുല്ല് ഈ ഒട്ടകം തിന്നു, അങ്ങനെ തിന്നിട്ട് അത് കുറച്ചു കഴിഞ്ഞാൽ അത് കാഷ്ടമായി കാഷ്ടിച്ച് പുറന്തള്ളും. ഞാൻ അങ്ങനെ ഒരു പുല്ലായി ഒരൊട്ടകം എന്നെ തിന്ന് ഞാൻ അങ്ങനെ ഒരു വേസ്റ്റായി ഈ ദുനിയാവിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. കാരണം ഒരു പുല്ലായാൽ ഇതല്ലേ സഹിക്കണ്ടുള്ളൂ. പുല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത്, ഒരു ഒട്ടകത്തിന്റെ തൊള്ളേ കയറണം അല്ലേ, എന്നിട്ട് അതിന്റെ അന്നനാളക്കൂടെ ആമാശയത്തിലും അതിന്റെ കുടലിൽ കൂടെ ഒക്കെ കയറി അവസാനം പുറത്ത് ചാടണം. പിന്നെ ആരും തിന്നാൻ വരൂല്ല. അതോട് കഴിഞ്ഞു കഥ. അത്രല്ലേ സഹിച്ചാൽ മതി ഒരു പുല്ലാണെങ്കിൽ. നമ്മൾ എന്തൊക്കെ സഹിക്കണം? നമ്മുടെ മരണം, അത് കഴിഞ്ഞാൽ ഖബറ്. ഒരു മരണത്തോടുകൂടെ അവസാനിക്കണില്ലല്ലോ. മരിച്ച് ഖബറിലെത്തി അതങ്ങോട്ട് മണ്ണായി തീർന്ന് അങ്ങനെ പോയി അവസാനിച്ചു, അതും അല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ പുനർജന്മം, പിന്നെ ഹിസാബ്, മഹ്ശറ, അങ്ങനെ എന്തൊക്കെ വരാണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു, ഇബ്നു ആമിർ, ഞാനൊരു പുൽക്കൊടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹരിം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? മുത്തുനബി മിഅ്റാജിന്റെ രാത്രിയിൽ പോയി വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടു. സ്വർഗത്തിലെ എന്തോ ഒരു മനോഹരമായ കൊട്ടാരാണ്. ആ കൊട്ടാരം കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് കയറി നോക്കണമെന്ന് തോന്നി. ആ കൊട്ടാരവാതിൽക്കൽ ഒരു സുന്ദരി പെണ്ണ്, ആ കൊട്ടാരവും ആ സുന്ദരി പെണ്ണും എന്തോ ഒരു ഞമത്ത്. ഞാനതിന്റെ ഉള്ളിലൊന്ന് കയറി കണ്ടാലോ എന്ന് എനിക്കിങ്ങനെ തോന്നി. ഞാനിങ്ങനെ അടുത്തേക്ക് പോയി. ഞാൻ ചോദിച്ചു, ഇത് ആർക്കുള്ള കൊട്ടാരാണ്? അപ്പോൾ പറഞ്ഞു, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊട്ടാരാണെന്ന്. ഞാനത് കയറിയില്ല, ഞാൻ തിരിച്ചു പോന്നു എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ തയ്യാറാക്കി വെച്ച ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് പേടിച്ച് കരഞ്ഞിരുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് പേടിച്ച് കരഞ്ഞത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് മരണം അടുത്ത സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, മോനെ, എന്റെ കവിൾത്തടം മണ്ണിലേക്ക് ചേർത്ത് വെക്ക് മോനെ. അല്ല, തലക്കാണിമൊന്നും കിടത്തണ്ട, മരിക്കാൻ പോവുക. തലയണമെന്നും കിടത്തണ്ട, നല്ല വിരിപ്പൊന്നും വേണ്ട, പച്ച മണ്ണില്
എന്റെ മുഖം ചേർത്ത് കടത്തുമോനെ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ചോദിച്ചല്ലോ, എന്തേ മഹാനവറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥ കണ്ടിട്ടെങ്കിലും കാരുണ്യം ചെയ്യാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ധൈര്യശാലിയും ഏറ്റവും വലിയ ഉറച്ച നിലപാടിന്റെയും ഉറച്ച മനസ്സിന്റെയും ഉടമയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിരുന്നു. എത്ര കരഞ്ഞിരുന്നു! ചില ആളുകളുടെ മനസ്സ് ഭയങ്കര കട്ടിയാവുമല്ലോ. ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സ് വലിയ കട്ടിയായിരുന്നു. അത് മുസ്ലിം ആയപ്പോഴും ആ ഒരു മനസ്സിന്റെ കട്ടി എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാവരും പേടിച്ചത്. പക്ഷെ ആ കട്ടിയുള്ള മനസ്സിന്റെ ഉടമ അതോടുകൂടെ തന്നെ ആഖിറവും മരണവും പരലോകവും അത് ചിന്തിച്ച് കരയാ. അതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾ ഓനെ ഒരു തുള്ളി കണ്ണീര് വരാത്തവനാ. ഉമർ റളിയല്ലാഹു അൻഹു ആ ഗണത്തിൽ പറയുമ്പോൾ അതിനേക്കാൾ വലിയ കട്ടിയായിരുന്നു. കാരണം ജീവനോടെ സ്വന്തം മക്കളെ കുഴിച്ചു മൂടുമ്പോ ഒരു കണ്ണീര് പൊടിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലേ, പ്രത്യേകിച്ച് വർത്താനം പറയുന്ന പെൺകുട്ടി, ഉപ്പ ഇങ്ങനെ കളച്ച് മരച്ച് കുഴി ഉണ്ടാക്കുമ്പോ താടിയിൽ പറ്റിയ മണ്ണ് ഇങ്ങനെ തട്ടിക്കൊടുത്തു. ഉപ്പ അതാ താടിമതാ മണ്ണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്കാരത് എന്തിനായി കുഴി ഒഴിക്കണെന്ന് ഒരു ചെറിയ വർത്താനം പറയണ ഒരു 2-3 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി, പെൺകുട്ടി, എന്താണ് അതിന്റെ അവസ്ഥകളും ചിന്തിച്ചു നോക്കി. ഒരു 2-3 വയസ്സായ നമ്മുടെ കുട്ടികൾ, പേരക്കുട്ടികൾ, ആ വർത്താനം കേട്ടാ പൊതിരൂലല്ലോ. വല്ല കളിപ്പിച്ചാലും ഒരോട് വർത്താനം പറഞ്ഞാലും ആഗ്രഹം തീരൂലല്ലോ അല്ലേ? അങ്ങനത്തെ ഒരു ആ കുട്ടിനെ ജീവനോടെ കുഴിച്ചുകൂടാൻ കൊണ്ടുപോയിക്ക. കുഴി ഉണ്ടാക്കുമ്പോ താടിയിലേക്ക് മണ്ണ് പറ്റി. അപ്പൊ ഈ കുട്ടിക്ക് അറിയില്ലല്ലോ ഇത് എന്തിനാന്ന്. ഉപ്പ താടിമത മണ്ണ് തട്ടിക്കൊടുക്ക. ആ കുട്ടിനിട്ട് മൂടി. ഒരു തുള്ളി കണ്ണീര് വന്നില്ല. അത്ര കട്ടിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മനസ്സ്. ആ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞ് പേടിച്ചു കരഞ്ഞു. എന്തിനായി കരഞ്ഞത്? സ്വർഗത്തിൽ കൊട്ടാരുണ്ടെന്ന് ഉറപ്പല്ലേ? മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു അമീനു സിർരി റസൂലില്ലാഹ്, മുത്ത് നബിയുടെ രഹസ്യങ്ങളൊക്കെ വിശ്വസ്തയോടുകൂടെ കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ്. അല്ലാഹുവിന്റെ റസൂല് പല രഹസ്യങ്ങളും പറഞ്ഞിരുന്നത് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോടാണ്. എല്ലാരോടും പറയില്ല, കാരണം എല്ലാരോടും പറയാനും പറ്റുള്ളൂ. നമുക്കും അറിയാലോ അല്ലെ, നമ്മളെ കൂട്ടുകാര് വേണ്ടപ്പെട്ടവര് ഓനോട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് നമുക്കറിയാം. ഓനോട് പറഞ്ഞാൽ അതൊക്കെ ആകെ പിന്നെ ആരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് പറയും എല്ലാരോടും. നമ്മളാരും അറിയരുതെന്ന കാര്യം പറഞ്ഞാല് പിന്നെ അതാ അങ്ങോട്ട് പറയും. 1000 ആളോട് എല്ലാരോടും പറയും, ആരോടും പറയരുതിട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞോണോ? എന്നാല് ഇത് എല്ലാരോടും പറഞ്ഞളാന്ന് പറഞ്ഞിട്ട് ഓനോട് പറഞ്ഞ ചിലപ്പോ 10 ആളോടും പറയില്ല. ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോ 1000 ആളോടും നടന്നു പറഞ്ഞു. അവനക്ക് സമാധാനം കിട്ടുന്നില്ല. ചില ആളുകളുടെ സ്വഭാവം അതാണല്ലോ. അതിപ്പോ എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവും. സ്വഹാബിമാരാണെങ്കിലും ഉണ്ടാവും പല തരക്കാര്, സ്വഭാവക്കാര്. മുത്തുനബി പല രഹസ്യങ്ങളും പറഞ്ഞിരുന്നത് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോടാണ്. ഇതെല്ലാവർക്കും അറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ കാര്യമായി വിളിച്ചിട്ട് ചോദിച്ചു, ഞാനേ ഒരു കാര്യം ചോദിച്ചു നിങ്ങൾ പറയണം കേട്ടോ. അൻഷുദുക്കമില്ല, അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കോയാ, നിങ്ങൾ പറഞ്ഞു തരണം. എന്താ പറഞ്ഞിട്ടുണ്ട്? അലം യുസമ്മനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുനാഫിഖീൻ, അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖീങ്ങളെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോന്നാ. എങ്ങനെ? മുനാഫിഖ് എന്നത് കപടവിശ്വാസി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതായത് നമ്മളിപ്പോ കാഫിര്യങ്ങൾ പറഞ്ഞാല്, അത് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാല് ഇന്ന കോലത്തില് ഇന്ന ഒക്കെ നമുക്കറിയാം. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയില്ല. കാരണം എന്താ? തലയെക്കെട്ടും താടിയും നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ ഉണ്ട്, ഖുർആനോത്തും ഒക്കെ ഉണ്ട്. പക്ഷെ വിശ്വാസം കപടമായി. അതാണല്ലോ മുനാഫിഖ് പറഞ്ഞാൽ. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നടക്കാം, മുസ്ലിമിനെ പോലെ ജീവിക്കുക ഒക്കെ ഉണ്ട്. പക്ഷെ കൽബിൽ എന്താണ്? നിഫാക്ക് ബാധിച്ചു. എന്തേ? പൈസ കൊണ്ടെന്നാളെ തന്നു ഗുണം മതി, വേറെ കന്ന് തന്നിട്ടേ മതി വേറെ നോള അല്ല ഷിഫയാക്കി തരട്ടെ.
പിന്നെ അപ്പോ പറയും നിഫാഖ് എന്ന് പറഞ്ഞാല് അതായിരുന്നു സഹാബത്തിന് ഏറ്റവും വലിയ പേടി. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മുനാഫിഖീങ്ങൾ ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ്, 7ാം തട്ടിലാണ് മുനാഫിഖീങ്ങൾ. മുനാഫിഖ് അതാണ് പേടി. കാരണം കാഫിർ പറഞ്ഞാല് അല്ലെങ്കിൽ മുശ്രിക്ക് പറഞ്ഞാല് ഓനത് എന്നോടത്തേക്കാണ്, ഇങ്ങനെയാണ്, അത് തീരുമാനമായി. ഇതിങ്ങനെ അധ്വാനിക്കും ചെയ്യാ, നിസ്കാരവും നോമ്പും ഈ എല്ലാ ഓത്തും പാട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കൽബിന്റെ ഉള്ളിലുള്ള ഈമാന് അത് തെന്നിമാറി അത് നിഫാഖായാൽ പോയില്ല കാര്യം. സഹാബത്തൊക്കെ പേടിച്ചിരുന്നത് നിഫാഖിനെയാണ്. അതുകൊണ്ടാണ് മുത്തുനബി ഇനി മുനാഫിഖീങ്ങളെ എങ്ങനെ അറിയാം? മുനാഫിഖീങ്ങളെ അറിയാൻ വഹയിലൂടെ അല്ലാതെ അറിയൂല. അതോ വിഷയമാണ്. ഇങ്ങോട്ട് പറയും, ഒരാള് കാഫിറാണോ എന്ന് തീരുമാനിക്കാൻ നമ്മക്കന്നെ തീരുമാനിക്കാം. ഓന്റെ വിശ്വാസം, ഓന്റെ പറച്ചില്, ഓന്റെ കാട്ടല്, ഓന്റെ ഇതൊക്കെ അനുസരിച്ച് ഓൻ കാഫിറാണോ നമുക്ക് തീരുമാനിക്കാം. ഒരാൾ മുശ്രിക്കായോ, ഓ ശിർക്ക് വന്നോ, ശിർക്ക് ചെയ്തോ, നമുക്ക് തീരുമാനം പറയാം. ഒരാൾ മുർത്തദ്ദായോ, അതൊക്കെ നമുക്ക് പറയാം. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഒരാൾ മുനാഫിഖാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത് ഇങ്ങനെ ആയാൽ മുനാഫിഖായി എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇന്നാള് മുനാഫിഖാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് നിഫാഖിന്റെ വലിയ പ്രത്യേകത. നിഫാഖ് മുനാഫിഖിനെ വഹിയിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. ഒരാൾ മുനാഫിഖാണ് എന്ന് തീർപ്പാക്കണമെങ്കിൽ വഹിയിലൂടെ കഴിയൂ. അതുകൊണ്ടാണല്ലോ വെട്ടാൻ ഒരുങ്ങിയവൻ കലിമ ചൊല്ലി. അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യപ്പെട്ടില്ലേ? ഒരാളങ്ങനെ കൊല്ലും ചെയ്തു. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി. ഒരു ശത്രുവിനെ, കാഫിറിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് ചെന്നു. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് വെട്ടി കുത്തി കൊന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ, ഓനെ രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. ഓനെ മുഅ്മിനൊന്നല്ല, ഓൻ വെറുതെ പറഞ്ഞ എന്നെ സ്വീപ്പാക്കാൻ വേണ്ടിട്ടേ ഞാൻ കൊന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യപ്പെട്ടു. ജോന്റെ ഖൽബ് തുറന്നു നോക്കിയെന്ന് ചോദിച്ചു. നമുക്കും തോന്നും, കാരണം അത്ര കഠിന ശത്രു ഓനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് ഒരുങ്ങിയപ്പോ ഓന് അപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അപ്പോഴും നമുക്ക് മനസ്സിലാവല്ലേ ഇത് ഒരു അടവാ. ഇതേ ചെല്ലലാണ് ആര് ചൊല്ലിയത്? ഫിർഔൻ ചൊല്ലിയത്. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് താഴ്ത്തിയിട്ട് ആ ചെങ്കടലിന്റെ അടിയിൽക്കാണ് കൊണ്ടുപോയി താത്തി. ആ അടിയിലുള്ള ചേറിൽ ഇങ്ങോട്ട് തല പൂത്തി അങ്ങോട്ട് താത്തിയപ്പോഴാണ് ആമന്തു റബ്ബി മൂസ എന്ന് പറഞ്ഞത്. ആമന്തു റബ്ബി മൂസ. ഇവിടെ ജിബ്രീൽ മുക്കി ശരിയാക്കി. കാരണം ജിബ്രീലിനെ അറിയാം. കാരണം അത് ജിബ്രീൽ അള്ളാഹിനോട് ബന്ധമുള്ള ആളാണ്. പക്ഷെ നമ്മൾ അതേപോലെ തന്നെ ഒരു ശത്രുവിനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോ അവൻ ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും അവനെ കൊല്ലാൻ പാടില്ല എന്ന നിയമം. അവന്റെ ഖൽബ് എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആലോചിക്കണം. അപ്പോൾ നിഫാഖ് എന്നത് അത് ഒരടയാളം കൊണ്ട് ഇങ്ങനെ അടയാളമൊക്കെ പോരാ, ഇതാ അതിന്റെ അടയാളാണെന്നൊക്കെ പറയാ, ഓർപ്പിക്കാൻ കഴിയില്ല. ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിഖിന്റെ അടയാളങ്ങൾ 3 എണ്ണാണ് അല്ലേ? ഹദീസിന്റെ കിതാബുകളിലുണ്ട്. കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, വിശ്വസിച്ചാല് അതില് വഞ്ചന കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ മുനാഫിക്കിന്റെ അടയാളങ്ങളാണെന്നാ. മുനാഫിക്കെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. മനസ്സിലായില്ല? നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. കളവ് ഇതാ ഹദ്ദസ കദബ, വർത്താനം പറഞ്ഞാൽ കളവ്. എപ്പോഴെങ്കിലും കളവ് പറഞ്ഞ മുനാഫിക്കാവല്ല. വർത്താനം പറഞ്ഞു ഓ തൊള്ള പറഞ്ഞ നുണേ പറയുള്ളൂ, അതാ അവന്റെ ശരി. അത് മുനാഫിക്കിന്റെ അടയാളാണെന്നാ പറഞ്ഞു. ഓ മുനാഫിക്കാണെന്നല്ല, അത് നിഫാഖിന്റെ അടയാളാണ്. പേടിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഓ മുനാഫിക്കാണെന്ന് നമുക്ക് തീരുമാനം പറയാൻ പറ്റൂല. നിഫാഖ് തീരുമാനം പറയൽ വഹയിലൂടെ മാത്രമേ കഴിയൂ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേടി ഈ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതായത് അള്ളാഹു വഹയിലൂടെ ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകളാണ് നബിയെ എന്ന് പറഞ്ഞു കൊടുത്തവരെ ബഹുമാനപ്പെട്ട മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന് ആ ലിസ്റ്റ് അറിയാന്ന് ഉമർ റളിയല്ലാഹു അൻഹു അറിയാം. അതുകൊണ്ട് രഹസ്യമായിട്ട് പേടിച്ചിട്ടാണ്, വേറൊന്നുമല്ല. രഹസ്യം ചോർത്താനോ ഒന്നുമല്ല, പേടി. നിഫാഖിനെ പേടി. ആരാണ്?
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ. ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അദ്റക്തു സലാസീന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ 30 സ്വഹാബിമാരെയാണ് ഞാൻ പരിചയപ്പെട്ടത്. സ്വഹാബിമാരെ കണ്ടവരാണ് താബിഈങ്ങള്, അല്ലേ? താബിഈങ്ങൾ പറഞ്ഞാരാ? അള്ളാന്റെ റസൂലിന്റെ ഒരു സ്വഹാബിയെങ്കിലും കണ്ട് പിന്നെ ഈമാനോടുകൂടെ മരിച്ച ആളുകൾക്ക് താബിഈങ്ങൾ എന്ന് പറയും. ചില ആളുകൾ കൂടുതൽ സ്വഹാബിമാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറഞ്ഞു, 30 സ്വഹാബിമാരെയാണ് ഞാൻ പരിചയപ്പെട്ടത്. കുല്ലുഹും കാന യഖ്ശാ അലാ നഫ്സിഹി, എല്ലാവരും പേടിച്ചിരുന്നത് അന്നിഫാഖ്. നിഫാഖിനാണ് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നത്. എല്ലാവർക്കും പേടിയുണ്ടായിരുന്നത്. വലാ യഖൂലു, അവരാരും പറഞ്ഞിരുന്നില്ല, ഇന്ന ഈമാനി കഈമാനി ജബ്രായീൽ വമീകായിൽ, എന്റെ ഈമാൻ ജിബ്രീലിന്റെ ഈമാനാണ്, അല്ലെങ്കിൽ മീകായിലിന്റെ ഈമാനാണ് എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നില്ല സ്വഹാബിമാര്. സ്വന്തം ഈമാനിന്റെ കാര്യത്തിൽ അവർ പേടിയിലായിരുന്നു. നിഫാഖ് വരുമോ എന്ന പേടിയായിരുന്നു. ഞാൻ പരിചയപ്പെട്ട എല്ലാ സ്വഹാബിമാർക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാ സ്വഹാബത്തിന്റെയും രീതി ഇതാണ്. നിഫാഖിനെ അവർക്ക് ഏറ്റവും വലിയ ഭയമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. القلوب نوعان, കൽബുകൾ രണ്ട് തരത്തിലാണ്. ഖുലൂബുൻ തതൂഫു ഹൗലൽ അർശി, എപ്പോഴും അർശിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കൽബുകൾ. വഖുലൂബുൻ തതൂഫു ഹൗലൽ ഹസ്സി, കക്കൂസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കൽബുകളും. രണ്ട് തരത്തിലാണ് കൽബുകൾ. എല്ലാ മനുഷ്യന്മാരെ കൽബിനെ രണ്ടാക്കി. ഒന്ന് അർശിനെ ചുറ്റുന്ന കൽബുകൾ, മറ്റൊന്ന് കക്കൂസിനെ ചുറ്റുന്ന കൽബുകൾ. അർശിനെ ചുറ്റുന്ന കൽബുകളാണെങ്കിൽ അവരെപ്പോഴും അള്ളാനെ ഓർക്കും. അള്ളാന്റെ ഖുദ്റത്ത് എപ്പോഴും ചിന്തയിലുണ്ടാവും. അള്ളാഹിനോട് എപ്പോഴും ദ്വയർക്കും, എപ്പോഴും ദിക്ർ ചൊല്ലും, അള്ളാഹുവിന്റെ അസ്മാഉകൾ ചൊല്ലും, അതിലൊക്കെ ചിന്തിക്കും, ഖുർആൻ ഓതും, ഖുർആനിൽ ചിന്തിക്കും. ഇതന്നെ അവരെ ആലോചന, അവരെ മനസ്സെപ്പോഴും അങ്ങനെ ദീനീ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും മരിച്ചു പോകേണ്ട ചിന്തയും ഇതന്നെയാണ് അവരെ കൽബ്. അവരെ കൽബ് അർശനെയാണ് ചുറ്റുന്നത്. വേറെ കൂട്ടരെ, രണ്ടു കൂട്ടരെ ആകുള്ളൂ. അവരെ കൽബ് കക്കൂസിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തീറ്റ, കുടി, എല്ലാത്തിന്റെയും ഒരു അവസാനമാണ് കക്കൂസ്. അതിനാണ് കക്കൂസിനെ ചുറ്റുന്നത്. ആത്മീയ കാര്യങ്ങളുടെ എല്ലാത്തിന്റെ അവസാനമാണ് അർശ്, അല്ലേ? നമ്മുടെ അമലുകളൊക്കെ എവിടേക്കെത്തുക? മുത്തുനബി പറഞ്ഞു അർശിലേക്ക്, അർശിന്റെ ചോട്ടിലാണ് നമ്മുടെ അമലുകളൊക്കെ എത്തുക. നമ്മുടെ നിസ്കാരവും നോമ്പും നമ്മുടെ ഇബാദത്തും എല്ലാ അമലും ആത്മീയ കാര്യങ്ങളൊക്കെ അവസാനം എവിടേക്കെത്തുക? അർശിന്റെ ചോട്ടിലേക്ക് എത്തുക. പിന്നെ ഇതൊക്കെ അവസാനം പിന്നെ കക്കൂസിലേക്ക് എത്തുക. നമ്മൾ ഈ ദുനിയാവ് ഇതന്നെ ചിന്ത എപ്പോഴും തന്നെ. ദുനിയാവിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൽ കക്കൂസിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആത്മീയ ചിന്തയുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ അർശിനെ തവാഫ് ചെയ്യുന്ന മനസ്സുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴാ ചിന്ത ഉണ്ടാവുള്ളൂ? ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, സംസം വെള്ളം കുടിച്ചാൽ ഉദ്ദേശ കാര്യം നടക്കും എന്ന് പറഞ്ഞു. മാഉ സംസം, സംസം വെള്ളം ലിമാ
ശുരിബലോ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ കുടിക്കുന്നത് അപ്പോ നടക്കും. നമ്മൾ ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, അപ്പൊ നമ്മളെ അമീർ ഇങ്ങനെ വയത് പറഞ്ഞു, സംസം എല്ലാവരും നല്ലോണം കുടിച്ചോളം ഉണ്ടോ, മുത്തുനബി പറഞ്ഞിട്ടുണ്ട് മാ സംസമിൻ ലിമാ ശുരിബലഹു, എന്തുദ്ദേശിച്ച് കുടിച്ചാലും എന്താവും നടക്കും. അപ്പൊ നമ്മളങ്ങനെ കുടിച്ചു, രോഗം മാറാൻ വേണ്ടി കുടിച്ചു, ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി കുടിച്ചു, അല്ലേ, കടം വീണ്ടാൻ വേണ്ടി കുടിച്ചു, ഓരോന്ന് എന്തുദ്ദേശിച്ചാലും നടക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ സമയത്ത് കുടിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ചു, അങ്ങനെ കുടിച്ചു, സംസം അങ്ങനെ കുറെ കുടിച്ചു. അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഉംറക്ക് ചെന്നപ്പോൾ സംസം കുടിക്കാൻ വേണ്ടി ഒരുങ്ങി. മഹാനവറുകൾ പറഞ്ഞു, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, സംസം എന്തൊരു ഉദ്ദേശത്തോടുകൂടെയാണ് കുടിക്കുന്നത് ആ ഉദ്ദേശം നടക്കുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. വഹാ അന അശ്റബുഹു ലിഅത്ശി യൗമിൽ ഖിയാമ, ഞാനിതാ സംസം വെള്ളം കുടിക്കുന്നത് നാളെ പരലോകത്തെ യൗമുൽ ഖിയാമയിൽ ദാഹം ഇല്ലാതാവാൻ വേണ്ടിയാണ്, പരലോകത്തെ ദാഹം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സംസം കുടിക്കുന്നത് എന്ന് പറഞ്ഞു ബിസ്മി ചൊല്ലി സംസം കുടിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഉംറക്ക് പോയവരുണ്ട്, ഹജ്ജിന് പോയവരുണ്ട്, ഇനി പോകാത്തോലും പോയ ആൾക്കാർ കൊണ്ടുവന്ന് സംസം കുടിച്ചവരുണ്ട്. സംസം കുടിക്കാത്തവർ ഇവിടെ ആരും ഉണ്ടാവില്ല, അങ്ങനെയാ മനസ്സിലാക്കണത്, അല്ലേ? സംസം വെള്ളം ഒരു മുറുക്കെങ്കിലും കുടിക്കാത്ത ആരും ഈ സദസ്സിൽ ഉണ്ടാവില്ല. സംസം കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല നിയത്തുണ്ടാവണം, നല്ലത്. നമ്മൾ ആരെങ്കിലും പിന്നെ സംസം കുടിക്കുമ്പോ എന്തെങ്കിലും നല്ലത് കേട്ടോ, അൽഹംദുലില്ലാ. ഖിയാമത്ത് നാളിലെ ദാഹം ഉണ്ടാവരുത്, അതിനാണ് ഞാൻ ഈ സംസം കുടിക്കണത്. മുത്തുനബിയുടെ ഹൗദുൽ കൗസർ കിട്ടണം, അതിനാണ് ഞാൻ ഈ സംസം കുടിക്കണത്. അള്ളാന്റെ ലിഖാവ് കിട്ടണം, അതിനാണ് ഞാൻ ഈ സംസം കുടിക്കുന്നത്. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടണം. അങ്ങനെ ഒരു പരലോക നിയത്തോടുകൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് ഈ ഒരു ഉദാഹരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, നല്ല ആളുകളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സെവിടെ, നമ്മുടെ മനസ്സ് അപ്പോഴും ദുനിയാവും വേണം. നല്ല ആള് നല്ലൊരു കാര്യത്തിന് പോയി, നല്ലത് ചെയ്യാം, നല്ലൊരു മുത്തുമുഅ്മിൻ നല്ല ഉംറക്ക് പോയി, ഏറ്റവും നല്ല സംസം വെള്ളം കുടിക്കുക, നല്ലൊരു കാര്യം ചെയ്യണത്. അപ്പോഴും നമ്മുടെ ഉദ്ദേശം എന്താണ്? എന്റെ രോഗം മാറണം, അല്ലേ, കടം വീടണം, എന്റെ മക്കൾ നന്നാവണം, എന്റെ കുട്ടിനെ കെട്ടിക്കണം. ദുനിയാവാണ് അപ്പോഴും നമ്മളെ മനസ്സ് ചിന്തിക്കണം. നമ്മൾ കക്കൂസിനോട് അടുത്ത് ചുറ്റല്ലെങ്കിലും എന്നാലും ഏറെക്കുറെ അതിന്റെ പരിസരത്ത് തന്നെ അല്ലേ അപ്പോഴും, അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ത് ദുനിയാവ്, ഇവിടെ എന്താണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അവിടെയൊക്കെ ഉഖ്റവിയായ ചിന്ത, അതാണ് അർശനെ ചുറ്റുന്ന കൽബുകൾ. ആ കൽബുള്ളവരാ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മഹാന്മാരെ രേഖപ്പെടുത്തുന്നു, അക്സറുന്നാസി ബഅദ സദരിൽ അവ്വലി മിനസ് സ്വഹാബ വകിബാരി താബീൻ, സഹാബത്തും താബീങ്ങളിലെ വലിയ മഹാന്മാരും കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൗഫുള്ള രണ്ടാളുകൾ, ഖൗഫൻ റജുലാനി ഹുമാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. രണ്ടാളുകളാണ്. അതായത് ഈ തസവ്വുഫിന്റെ അഹ്ലുകാര് ഈ വലിയ വലിയ മഹാന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ പിൽക്കാലക്കാരെ കുറെ പരിചയപ്പെടുത്തി. അതിന് അവരുടെ കാരണം പറഞ്ഞു. സഹാബത്തിന്റെ ഈമാനും അവരെ പേടിയൊക്കെ പറയുമ്പോ എന്ത് പറയാ ഒരു സ്വഹാബിമാരല്ലേ എന്ന് പറയാം. മനസ്സിലായില്ല? അവര് സ്വഹാബിമാരല്ലെന്ന് പറയാം. നമ്മൾ നാള് തുടക്കത്തിൽ ഈ റമദാനിന്റെ തുടക്കത്തിൽ ഒരു ഹദീസ് പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചല്ലോ, ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മുഅ്മിനീങ്ങൾ ആരാണ് നിങ്ങളെ? അപ്പൊ അവര് പറഞ്ഞു മലക്കളാണ് പറഞ്ഞു. മുത്തുനബി, എന്താ മലക്കൾ? അള്ളാനെ കണ്ടവരല്ലേ, സ്വർഗം തന്നെ കണ്ടവരല്ലേ, ഓലെ എന്റെ മുഅ്മിനായ എന്താ അത്ഭുതം? അപ്പൊ പറഞ്ഞല്ലേ അമ്പിയാക്കളാണ്. അപ്പൊ പറഞ്ഞു വഹി കിട്ടുന്നവരല്ലേ, എന്താ അത്ഭുതം? അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങളാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളായ എന്താ അത്ഭുതം? കാരണം നിങ്ങളെ കൂട്ടത്തിലല്ലേ നിങ്ങളെ റസൂല്, അള്ളാന്റെ റസൂല്. റസൂൽ എന്ന് പറഞ്ഞ ഏറ്റവും അത്ഭുത മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു വരാൻ പോണ ആൾക്കാരാണ്. അവരിതൊന്നും കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, വഹി കിട്ടിയിട്ടില്ല, നബിമാരെ കണ്ടിട്ടില്ല, മുത്തുനബിയെ കണ്ടിട്ടില്ല.
പക്ഷേ അവർ സ്വർഗം ആഗ്രഹിക്കുന്നു, നരകം പേടിക്കുന്നു, അള്ളാഹിനെ പേടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പിൽക്കാലക്കാരായ ആളുകളെ അവരുടെ ഈമാനും ഖൗഫും തസവുഫിന്റെ കിതാബുകളിൽ കൂടുതൽ കാണാം. എങ്ങനെ? സ്വഹാബത്തിനൊക്കെ പരിചയപ്പെടുത്തിയതിനേക്കാൾ തസവുഫിന്റെ കിതാബുകളിൽ പിൽക്കാലക്കാരായ ഔലിയാക്കളെ ആലിമീങ്ങളെ പരിചയപ്പെടുത്തി. അതിനൊരു ഹിക്മത്തിന്റെ കാരണം പറയുന്നത് ഇതാണ്. കാരണം അവരെ ഈമാന് പൗറുണ്ട്, അവരെ ഭയം അതിന് കൂടുതൽ ശക്തി ഉണ്ട്. എന്നാൽ സ്വഹാബത്തിനേക്കാൾ വലിയ ആൾക്കാരായി എന്നല്ല ഇതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെയും സുഫിയാനു സൗരി തങ്ങളുടെയും പേടിയെ കിതാബുകളിൽ പറയുന്നത്, മഹാന്മാര് പറയുന്നത്, കഅന്നന്നാറ ലം തുഖ്ലഖ് ഇല്ലാ ലഹുമാ, അവർ രണ്ടാളുടെയും പേടി കണ്ടാൽ തോന്നും നരകം അള്ള പടച്ചിരിക്കുന്നതിന് അവർക്ക് രണ്ടാൾക്കും വേണ്ടി മാത്രമാണ്. അവരെ നരകത്തെക്കുറിച്ചുള്ള പേടി പരലോക കാര്യങ്ങളിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി തങ്ങളുടെയും പേടി കണ്ടാൽ തോന്നും, എന്ത് തോന്നും? നരകം അള്ള പടച്ചിക്കണതിന് എന്തിനാ? ഇവർക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടാണ്. അത്ര പേടി. ഞമ്മക്കൊക്കെ വല്ല പേടിയുണ്ടോ? അല്ലേ? കാരണം നമുക്കൊന്നും പേടില്ല, നമുക്ക് ഉറപ്പല്ലേ നരകം അള്ള തരൂലാന്ന്. നമ്മൾ എല്ലാ റമദാൻ മാസം നോലും പോൽക്കണു, എന്തൊക്കെ നല്ല കാര്യം ചെയ്യണം, നമുക്ക് ഉറപ്പാണ് നരകം അള്ള തരൂല. ആ കാത്തിരിപ്പില്ല. റജാ, ആ പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ, അൽഹംദുലില്ലാ. അള്ളാഹു ആ പ്രതീക്ഷ പോലെ പരലോകം വിജയിപ്പിക്കട്ടെ. പക്ഷെ പേടി ഉണ്ടാവണം. ഇവരുടെ പേടി നരകം തന്നെ അവർക്ക് വേണ്ടിയാണോ പടക്കപ്പെട്ടത്? ആ രൂപത്തിലായിരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأدخلني الجنة يا رب العالمين اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായപ്പോൾ ലമ്മാ കാന അമീറൻ അലൽ മദീന, മദീനയിലെ ഭരണാധികാരി അമീറായി മാറിയപ്പോൾ ജിഅ ലഹു ബിസൗബിൻ, ബഹുമാനപ്പെട്ടവർക്കൊരു വസ്ത്രം കൊണ്ടുവന്നു. അപ്പോൾ കാല, ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, കം സമനുഹു, എത്രയാണ് ഇതിന്റെ വില എന്ന് ചോദിച്ചു. എത്ര ഇതിന്റെ വില എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവന്നവർ പറഞ്ഞു, 500 ദീനാർ, 500 ദീനാറാണ്. 500 ദീനാർ. ആല അപ്പൊ പറഞ്ഞ റഹീസ്, അത് പോരാ, അതെ ഇല്ല, വിലയൊന്നുമില്ല. റഹീസ്, അത് വില കുറഞ്ഞതാ, ആ വില ഇല്ലാത്തതാണ്. ഫലമ്മ വല്ലൽ ഖലീഫ, പിന്നെ ഖലീഫയായി. ഖലീഫയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു അമീർ, അധികാരമുണ്ട് അല്ലേ? അധികാരമുണ്ട്. ആ സമയത്ത് ആളായി, അധികാരിയായല്ലോ. അപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നു. എത്ര വില എന്ന് ചോദിച്ചു. എത്ര പറഞ്ഞു? 500 ദീനാറാന്ന് പറഞ്ഞപ്പോഴേ അത് വില ഒന്നും ഇല്ലാത്തതാണ്. അങ്ങനെ പിന്നെ ബഹുമാനപ്പെടുന്ന ഖലീഫയായി, അമീറുൽ മുഅ്മിനീനായി. ഫലമ്മാ വല്ലൽ ഖിലാഫ, ഖിലാഫത്ത് ഏറ്റെടുത്തു. ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക് ഒരു വസ്ത്രം കൊണ്ടുവരപ്പെട്ടു. ജിഅ ലഹു ബിസൗബിൻ, ഒരു വസ്ത്രം കൊണ്ടുവന്നു. അന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, കം സമനു, എത്രയാണ് വില എന്ന് ചോദിച്ചു. ആലോ പറഞ്ഞു, 10 ദറാഹിം, 10 ദിർഹമാണ്. സുബ്ഹാനല്ലാഹ് ഹാദാ ഗാലിൻ, ഇത് വലിയ വിലയുള്ള വസ്ത്രമാണല്ലോ എന്ന് പറഞ്ഞു. അതായത് ദിർഹം ചെറുതും ദീനാർ വലുതുമാണ് അന്ന്. എങ്ങനെ? അന്നത്തെ കണക്ക് പ്രകാരം, അതായത് അതിന്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാല് ദീനാറുകൾ സ്വർണ്ണ നാണയവും ദിർഹമുകൾ വെള്ളി നാണയമാണ്. മനസ്സിലായില്ല? ഇപ്പോഴത്തെ ദിർഹമും ദീനാറ് പറഞ്ഞാൽ എന്താ?
ഇപ്പൊ ദീനാറാണ് ഇപ്പോഴും ദീനാറിന്റെ വലുത് അല്ലേ? മറ്റേ കുവൈത്ത് ദീനാറിനൊക്കെ നല്ല വിലയാണല്ലോ. കുവൈത്ത് ദീനാറ്, പിന്നെ എവിടെ ദീനാറ്? ഒമാനിന്റെ റിയാല്, സൗദിയിലൊക്കെ റിയാല് അല്ലേ? ബഹ്റൈൻ ദീനാറിന് കൂടുതൽ തന്നെ എപ്പോഴും. UAE ദിർഹം. പഴയ കാലത്ത് ദീനാറ് എന്ന സ്വർണ്ണ നാണയങ്ങൾ, ദിർഹം എന്ന് പറഞ്ഞ വെള്ളി നാണയമാണ്. 500 വെള്ളി, 500 സ്വർണം, 500 ദീനാറ്. അന്ന് ഇങ്ങോട്ട് നോക്ക്, അന്ന് അമീറായിട്ടേ ഉള്ളൂ. അമീറായപ്പോൾ അമീറിന് ഉടുക്കാനുള്ള കുപ്പായം കൊണ്ടുവന്നു. ആ വില ചോദിച്ചപ്പോ പറഞ്ഞു 500 ദീനാറ് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇത് വില ഇല്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞു. ഇതിന് വില ഇല്ലല്ലോ പറഞ്ഞു. പിന്നെ വലിയ ആളായി ഖലീഫ എന്ന് പറഞ്ഞ പിന്നെ അതിനപ്പുറമല്ലല്ലോ. അള്ളാഹുവിന്റെ ഖലീഫ, മുത്തുനബിയുടെ ഖലീഫ, ദുനിയാവിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായി മാറിയപ്പോൾ, അപ്പോൾ വസ്ത്രം കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, വില ചോദിച്ചപ്പോ പറഞ്ഞു വില ഇല്ലാത്ത വസ്ത്രമാണ്. ആകെ 10 വെള്ളിയുടെ വിലയുള്ളൂ, 10 ദിർഹമുള്ളൂ വില. ബഹുമാനോട് ഇതൊന്നും വേണ്ട, ഇത് ഭയങ്കര വിലയുള്ള, എത്ര വില കൂടിയ വസ്ത്രമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആര്? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇത് രണ്ടും അറിയണ ഒരാള്. അന്ന് കുറെ മുമ്പാ, അന്ന് ഇങ്ങനെ വസ്ത്രം കൊണ്ടുവന്നപ്പോ 500 ദീനാറ് പറഞ്ഞപ്പോൾ കുറവാണ്, ഇതിനേക്കാൾ കൂടിയത് വേണം എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ വില ഇല്ലാത്തത് കൊടുന്നപ്പോൾ ഇത് കൂടിയതാണ്, ഇതിനേക്കാൾ കുറഞ്ഞത് മതി എന്ന് പറയുന്നു. ചോദിച്ചു, എന്തേ മഹാനവറുകളെ? അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, താഖത്ത് നഫ്സി ഇലൽ ഇമാറ, എന്റെ മനസ്സ് അമീറാവാൻ വേണ്ടി ആഗ്രഹിച്ചു. എനിക്ക് ആ പദവി അള്ള തന്നു, ഞാൻ അമീറായി. അമീറായപ്പോൾ ഫലമ്മ വല്ലയിത്തുഹ, ഇമാറത്തിന്റെ സ്ഥാനം ഞാൻ ഏറ്റെടുത്തപ്പോൾ താഖത്ത് നഫ്സി ഇലൽ ഖിലാഫ, ഖലീഫയാവാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വലിയ ആളായി. അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ ഉയരാനുള്ള ആഗ്രഹം. ആദ്യം പഞ്ചായത്ത് മെമ്പറായി, പിന്നെ പ്രസിഡന്റ് ആവണം തോന്നും, പിന്നെ ബ്ലോക്കിലാവണം, പിന്നെ ജില്ലയിലേക്കാവണം, പിന്നെ MLA ആവണം, പിന്നെ അങ്ങനെ മന്ത്രി ആവണം, MP ആവണം, കേന്ദ്രമന്ത്രി ആവണം, പ്രധാനമന്ത്രി ആവണം അല്ലേ? പ്രസിഡന്റ് ആവണം. പിന്നെ ഞാൻ വേറെ അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുമോ അത് നോക്കും അല്ലേ? ഇതാണ് മനുഷ്യൻ. അങ്ങനെ ഉയരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. 2 തരത്തിൽ ആഗ്രഹം ഉണ്ടാവും. അത് നല്ല നിലക്കും ഉണ്ടാവും, അല്ലാത്ത നിലക്കും ഉണ്ടാവും. അമീറായി ഞാൻ ആഗ്രഹിച്ചു, അമീറായി അത് അള്ള തന്നു. അപ്പൊ പിന്നെ ഖലീഫയാവാൻ ആഗ്രഹിച്ചു, അള്ള എന്നെ ഖലീഫയാക്കി. ഫലമ്മ വല്ലൈത്തുൽ ഖിലാഫ, ഖിലാഫത്ത് എനിക്ക് ലഭിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള മോഹം, ആഗ്രഹം. എങ്ങനെ? എന്റെ നഫ്സ് ആഗ്രഹിച്ചു, ഇമാറത്ത് ആഗ്രഹിച്ചു, കിട്ടി. ഖലീഫയാവാൻ വേണ്ടി ആഗ്രഹിച്ചു, ഖലീഫയായി. പിന്നെ ഉയരാനുള്ള ആഗ്രഹം. എന്താണ് ആഗ്രഹം? പിന്നെ ഞാൻ ഖലീഫയായപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, താഖത്ത് നഫ്സി ഇലൽ ജന്ന, എന്റെ മനസ്സ് പിന്നെ മോഹിച്ചു, ആഗ്രഹിച്ചു സുഖലോക സ്വർഗത്തിലേക്ക് എത്തണം എന്ന്. അല്ലേ? അതാണ് പറഞ്ഞത്, നല്ല ആഗ്രഹമാണത്. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് പറഞ്ഞില്ലേ, മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, സ്വർഗത്തിലെ ഏറ്റവും അവസാനം കയറുന്ന ആൾക്ക് തന്നെ ദുനിയാവിലെ ഏറ്റവും വലിയ 10 രാജാക്കന്മാർക്ക് കൊടുത്ത എല്ലാ സ്വത്തും സംവിധാനവും കൊടുക്കുന്നു. അപ്പോൾ ദുനിയാവിൽ ഏറ്റവും ഖലീഫയല്ല, അതിനപ്പുറം അധികാരം കിട്ടിയാലും പിന്നെ അതിനപ്പുറം ആഗ്രഹിക്കാനുള്ളത് സ്വർഗത്തിലെ സ്ഥാനമാണ്. അപ്പോ അതുകൊണ്ടാണ് എന്തായത്, അന്ന് ഞാൻ എന്റെ അവസ്ഥ, എന്റെ ചെറുപ്പം, എന്റെ മനസ്സൊക്കെ അങ്ങനെ. അപ്പോ ഞാൻ വലിയ ആളല്ലേ, അപ്പൊ എനിക്ക് നല്ല വിലപിടിപ്പുള്ള കുപ്പായം, ഡ്രസ്സ് വേണമെന്ന് അപ്പൊ തോന്നി. പിന്നെങ്ങനെ ഖലീഫയായപ്പോൾ അതിന്റെ മഹത്വവും സ്ഥാനവും എന്റെ ഉത്തരവാദിത്വമൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ 10 ദിർഹമിന്റെ കുപ്പായം തന്നെ അത് വില കൂടിയതാണെന്ന് അപ്പൊ തോന്നി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല മരിച്ച അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ, ഈ റമദാനോ പറഞ്ഞു, എനിക്ക് ഓർമ്മല്ല, പറഞ്ഞല്ലോ. എന്ത്? ബഹുമാനപ്പെട്ടവര് രോഗത്തിൽ മരിക്കാൻ പോകുന്ന രോഗത്തിൽ കിടക്കുമ്പോ കാണാൻ വന്ന ഒരാൾ ഭാര്യയോട് പറഞ്ഞു ഉമ്മുൽ മുഅ്മിനീൻ, പ്രിയപ്പെട്ടവരെ, അമീറുൽ മുഅ്മിനീന്റെ ഈ കുപ്പായം നിങ്ങൾ മാറ്റി കൊടുക്കട്ടെ, ചളി ഉണ്ട് അതില്, ചളിയും ആകെ മുഷിഞ്ഞുക്കണു, ആളുകൾ കാണാൻ വരുന്നതാ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നു, അപ്പോഴും ആ കുപ്പായം തന്നെ മാറ്റിയിട്ടില്ല. അപ്പൊ ദേഷ്യപ്പെട്ടു. ഫാത്തിമ എന്ന് പേരുള്ള ഭാര്യയോട് ചൂടായി, ദേഷ്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ
ഇത് പിന്നെ അമീറുൽ മുഅ്മിനീന്റെ കഴുകി കൊടുക്കണം എന്ന്. അപ്പൊ എന്തേ പറഞ്ഞു? അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ തങ്ങളുടെ ഭാര്യ, ആര്? ഭരണാധികാരി, അമീറുൽ മുഅ്മിനീൻ, ഖലീഫ, മരിക്കാൻ കിടക്ക, പറഞ്ഞു വേറൊന്ന് മാറ്റിക്കൊടുക്കാൻ, ഇത് കഴുകിയിടണമെങ്കിൽ ഖലീഫക്ക്, ഭരണാധികാരിക്ക് മാറ്റി കൊടുക്കാൻ ഈ ഖമീസ് അല്ലാതെ മറ്റൊരു ഖമീസ് ഇല്ല, ഈ കുപ്പായമല്ലാതെ മറ്റൊരു കുപ്പായവും ഇല്ല എന്ന് പറഞ്ഞു. ആ ഖമീസിൽ കിടന്ന് മരിച്ചുപോയ ആളാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ഉയരുന്തോറും പേടിണ്ടായി. അവർ പേടിച്ചു. അവരാഗ്രഹിച്ചത് സുഖലോക സ്വർഗമാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എവിടെയും പേടിച്ചത് ചോദ്യം ചെയ്യപ്പെടുമോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ ശിക്ഷിക്കുമോ എന്ന പേടി, ഭയം എപ്പോഴുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാർക്കൊപ്പം സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. ഹരിമ ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കൂഫയിലേക്ക് പോയില്ലേ? മഹാന്മാരുടെ ഒരു രീതി അതായിരുന്നു. മഹാന്മാരെ ഇഷ്ടപ്പെടുക, മഹാന്മാരെ കാണണമെന്ന് ആഗ്രഹിക്കുക. മഹാന്മാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ കൂടെ കൂടുക. ഇത് ദീനിന്റെ അടിത്തറയാണ്. ആ അടിത്തറയാണല്ലോ സൂറത്തുൽ കഹ്ഫിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഖദർ അലൈഹി ഇസ്ലാമിനെയും പടച്ച റബ്ബ് കൂട്ടി യോജിപ്പിച്ച് അവരൊന്നിച്ചുള്ള യാത്ര, അതിലെ പാഠങ്ങൾ, അതൊക്കെ സൂറത്തുൽ കഹ്ഫിലെ അള്ളാഹ് ഉൾപ്പെടുത്തി എല്ലാ ആഴ്ചയും അത് ഓതണം എന്നൊക്കെ പറഞ്ഞത് പഠിക്കേണ്ട വലിയൊരു പാഠം. ആത്മീയമായ യാത്രകൾ. സൂറത്തുൽ കഹ്ഫില് ആ യുവാക്കൾ, 7 യുവാക്കള് അവര് ദീൻ സംരക്ഷിക്കാൻ വേണ്ടി മല കയറിയതും അല്ലേ? ദീനും ആത്മീയതയും, സൂഫിയാക്കളുടെ സഞ്ചാരങ്ങൾ, യാത്രകൾ, അത് വലിയൊരു അത്ഭുതമാണ്. സൂഫികൾ, ഔലിയാക്കൾ വലിയ സഞ്ചാരികളായിരുന്നു. അവരങ്ങനെ യാത്ര പലയിടത്തും പോകും. യാത്ര എപ്പോഴും നല്ലതുമാണ്. നല്ല യാത്രകൾ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതം എന്താണെന്ന് അറിയാനും റബ്ബിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാനും ഒക്കെ യാത്രകൾ നല്ലതാണ്. അപ്പോൾ ഹരിമ ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനെ കാണാൻ പോയി. കാരണം ഉവൈസുൽ ഖർനെ ആരെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ കാണാൻ പോയതാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അടയാളങ്ങളൊക്കെ നോക്കി ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുപിടിച്ചു. യൂഫ്രട്ടീസ് നദിക്കരയിൽ ബഹുമാനപ്പെട്ടവര് അവര് വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെ കണ്ടുപിടിച്ചു. ബഹുമാനപ്പെട്ടവര് സലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സലാം മടക്കിയപ്പോൾ ചോദിച്ചു, ഹയ്യാക്കല്ലാഹ് ഇബ്ന ഹയ്യാൻ, ഹയ്യാക്കല്ലാഹ് ഇബ്ന ഹയ്യാൻ. രണ്ടാളും സത്യത്തിൽ ആദ്യമായി കാണുകയാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. അത് അള്ളാഹുവിന്റെ അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മീയമായ ബന്ധങ്ങളാണ് എന്ന് മഹാന്മാര് പറഞ്ഞു. അങ്ങനെ അവര് സംസാരിക്കുകയാണ്. ഹരിമ ഇബ്നു ഹയ്യാൻ പറഞ്ഞു, ഞാന് മദീനയിൽ നിന്ന് വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിങ്ങളുടെ ഫളൽ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേട്ട് കാണാനുള്ള മോഹം കൊണ്ട് ഞാൻ ദീർഘയാത്രക്ക് പുറപ്പെട്ടതാണ്, ഇവിടെ എത്തിയതാണ്. അൽഹംദുലില്ലാഹ്, എന്റെ ലക്ഷ്യം പൂർത്തിയായി, അങ്ങേ കാണാൻ കഴിഞ്ഞല്ലോ.
ഇന്നീ ഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്ന മഹാനവറുകളെ. അൽഹംദുലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ ആ ഹുബ്ബ് അല്ലാഹ് കബൂലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയൊരു മഹാനെ കാണാൻ പോയതാണല്ലോ. ഹരിമുൻ ഹയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ടവനെ, ഞാന് നിങ്ങളുടെ ശിഷ്യനാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഹദീസ് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. നിങ്ങളെ ശിഷ്യനാവാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഹദീസ് പഠിപ്പിച്ചു തരണം. മഹാന്മാരുടെ രീതിയാണ്, അതായത് ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടാവുക. മുമ്പ് പറഞ്ഞോന്നറിയില്ല, ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് ഒരു ദിവസം നമ്മുടെ സമസ്ത മുഷാവറ മെമ്പർ, പിന്നെ ബഹുമാനപ്പെട്ട കാപ്പൽ ഉസ്താദ് ഉമർ മുസ്ലിയാർ, പൊട്ടത്തറ അൻവരി അറബിക് കോളേജിന്റെ ഒക്കെ പ്രിൻസിപ്പാളായിരുന്ന, ഇപ്പൊ സുഖമില്ലാതെ വിശ്രമത്തിലാണ്, അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഉസ്താദിന്റെ കൂടെ, കാപ്പൽ ഉമർ ഉസ്താദിന്റെ കൂടെ ഒരു ദിവസം അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കാപ്പൽ ഉമർ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, ധാരാളം ഇൽമുള്ള ആളാണ്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് കാലം ദർസ് നടത്തി, വലിയ ആലിമാണ്. അങ്ങനെ ഉസ്താദിനെ കാണാൻ പോയതാ, അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ പോയപ്പോൾ അങ്ങനെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് റിയാദു സ്വാലിഹീൻ എടുത്തു, എന്നിട്ട് ഉമർ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ഓതിത്തരണമെന്ന് പറഞ്ഞു. ഓതിത്തരണമെന്ന് അപ്പോ ഓതി കൊടുത്തു. കുറച്ച് ഹദീസുകൾ ബഹുമാനപ്പെട്ട കാപ്പൽ ഉസ്താദ് ഓതി, അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് അതിന്റെ വിശദീകരണമൊക്കെ നൽകി. ഒരു ഹദീസ് ക്ലാസ് ഒരു 10-15 മിനിറ്റ് അവിടെ നടന്നു. അത്തിപ്പറ്റ അൽഹംദുലില്ലാഹ്, 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 നിങ്ങളെ ശിഷ്യന്മാരാവാൻ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പൊ വലിയൊരു ആലിമ്, ആ ആലിമിന്റെ 10-15 മിനിറ്റ് കൊണ്ടാണെങ്കിലും കുറച്ച് ഹദീസ് പഠിപ്പിച്ചൊരു ശിഷ്യത്വം സ്വീകരിക്കുക, ഇത് മഹാന്മാരുടെ ഒരു രീതിയാണ്. ഹരിമുൻ ഹയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉവൈസുൽ ഖർനി തങ്ങളെ കണ്ടപ്പോൾ, മഹാനവറുകളെ, അങ്ങയുടെ ശിഷ്യനാവണം, അതുകൊണ്ട് ഹദീസ് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞു, മാന സ്വഹാബി, ഞാൻ സ്വഹാബി അല്ലല്ലോ. ഉവൈസുൽ ഖർനി തങ്ങൾ സ്വഹാബി അല്ല. മുത്തുനബിയുടെ കാലത്ത്, റസൂലുള്ളാഹിന്റെ കാലത്ത് അൽഹംദുലില്ലാഹ് ജീവിച്ചു എങ്കിലും സ്വഹാബി ആവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ താബീങ്ങളുടെ കൂട്ടത്തിൽ വലിയ നേതാവ്, സ്വഹാബത്തിനോട് പോലും മുത്തനബി പറഞ്ഞു, നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണം. അപ്പൊ പറഞ്ഞു, എന്നാൽ ആയത്ത് ഹദീസ് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അള്ളാന്റെ റസൂലിൽ നിന്ന് നേരിട്ട് ഹദീസ് പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. എന്നാല് എന്തെങ്കിലും ആയത്തോതി തരണം, വിടുന്നില്ല. എന്നാ പിന്നെ എന്തെങ്കിലും ആയത്തോതി തരണം. അപ്പോൾ ഓതി സൂറത്തു ദുഖാനിലെ ആയത്തുകൾ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലഅയിബീൻ. ആകാശഭൂമികളെ നാം പടച്ചത്, ആകാശഭൂമികൾക്കിടയിലുള്ളത് പടച്ച് വെറുതെ കളിതമാശക്ക് പടച്ചതല്ല. വമാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, ഹഖിന് വേണ്ടിയല്ലാതെ, ഹഖായിട്ടല്ലാതെ അവയെ പടച്ചിട്ടില്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ അധിക ജനങ്ങൾക്കും അതൊന്നും അറിയില്ല, അവർ ചിന്തിക്കുന്നില്ല. എന്തിനാ ആകാശഭൂമികളെ പടച്ചത്, എന്തിനാ നമ്മളൊക്കെ സൃഷ്ടിച്ചത്, അതൊക്കെ ചിന്തിക്കാൻ ഖുർആൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ യൗമ ലാ യുഗ്നി മൗലൻ അം മൗലൻ ശൈആ വലാ ഹും യുൻസറൂൻ ഇല്ലാ മൻ റഹിമല്ലാഹ് ഇന്നഹു വൽ അസീസുർ റഹീം. പിന്നെ നേരെ ഖിയാമത്ത് നാളിലേക്ക് ചാടുക. എന്താണ് ഈ ലോകം, ആകാശഭൂമികൾ, ഈ സൃഷ്ടിപ്പ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. പിന്നെ നേരെ പരലോകത്തേക്ക് ചാടുക. ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ. അവിടെ പരലോകത്ത് ആരെയും സഹായിക്കൂല, അള്ളാന്റെ റഹ്മത്ത് കിട്ടാതെ രക്ഷപ്പെടൂല.
അതൊക്കെ വിശാലമായി പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട ആയത്തുകളാണ്. ഈ ആയത്ത് ദുനിയാവ് ചിന്തിച്ച് ദുനിയാവിന്ന് നേരെ പരലോകത്തേക്ക് കയറി അവിടുത്തെ മഹ്ശറയെക്കുറിച്ച് പറഞ്ഞു ചിന്തിച്ചു. ഈ ആയത്തങ്ങട്ട് ഓതി ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി ആയത്തങ്ങട്ട് ഓതി അങ്ങോട്ട് ബോധം കിട്ടും. ഓതിയ ആളെന്നെ അതങ്ങട്ട് കൽബിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഖുർആൻ അതിന്റെ ആ മഹ്ശറ പരലോകം പേടിച്ച് ബോധരഹിതനായി ഓതിയ ആള് തന്നെ ബോധരഹിതനായി. ഹരിമിനു ഹയ്യാൻ റളിയല്ലാഹു അൻഹു ബേജാറായി. വെള്ളമൊക്കെ കൊണ്ടുവന്ന് മുഖത്ത് തെളിച്ചു. ബോധത്തിൽ നിന്ന് ഉണർന്നു. പിന്നിങ്ങനെ വർത്താനം പറയാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നതല്ലേ. മഹാനവറുകളെ എന്തെങ്കിലും ഒരു ഉപദേശം തരണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉപദേശം തരണമെന്ന്. അപ്പോൾ പറഞ്ഞു മാത്ത അബൂക യബ്ന ഹയ്യാൻ യൂശികു അൻ തമൂത് ഇമ്മാ ഇലൽ ജന്നത്തി വ ഇമ്മാ ഇലൻ നാർ. ഉപദേശം കൊടുക്ക വയല് എന്നൊരു വയല് പറഞ്ഞേരിന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വയല് എന്താ വയല് തുടങ്ങിയത് തന്നെ എങ്ങനെ? യബ്ന ഹയ്യാൻ, ഹരിം ഇബ്നു ഹയ്യാൻ, നിങ്ങളുടെ നിങ്ങളുടെ വാപ്പ മരിച്ചു പോയില്ലേ? വയൂശികു അൻ തമൂത യബ്ന ഹയ്യാൻ, ഹരിം ഇബ്നു ഹയ്യാൻ, നിങ്ങളുടെ ഉപ്പ ഹയ്യാൻ എന്നവർ മരിച്ചു പോയില്ലേ? ഇനി അടുത്തത് നിങ്ങളല്ലേ മരിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ ഇമ്മാ ഇലൽ ജന്നത്തി വ ഇമ്മാ ഇലൻ നാർ, സ്വർഗത്തിലേക്കാവോ നരകത്തിലേക്കാവോ ചിന്തിച്ചിട്ടുണ്ടോ? വമാത്ത ആദമു ഹവ്വ, ആദം നബിയും ഹവ്വ ബീവിയും മരിച്ചു പോയില്ലേ? വമാത്ത നൂഹും വ ഇബ്രാഹിം, നൂഹ് നബിയും ഇബ്രാഹിം നബിയും മരിച്ചു പോയില്ലേ? വമാത്ത മൂസാ നബിയുർ റഹ്മാൻ, അല്ലാഹുവിന്റെ നബിയായ മൂസാ നബി മരിച്ചു പോയില്ലേ? വമാത്ത ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി മരിച്ചു പോയില്ലേ? ഖലീഫത്തുർ റഹ്മാൻ. അങ്ങനെ ഓരോ നബിമാരെ പറഞ്ഞ അവസാനം പൊട്ടിക്കരഞ്ഞ വമാത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായ മുത്തുനബിയും വഫാത്തായി പോയില്ലേ? ഇബ്നു ഹയ്യാൻ, എല്ലാവരും മരിച്ചു പോയില്ലേ? നിന്റെ വാപ്പി മരിച്ചില്ലേ? നീയും മരിക്കൂലേ? സ്വർഗത്തിലേക്കാവോ നരകത്തിലേക്കാവോ? പിന്നെ അവസാനം പറഞ്ഞു വമാത്ത അബൂബക്കർ ഖലീഫത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും വഫാത്തായി പോയില്ലേ? ഇങ്ങനെ വയത് കേട്ടിരുന്നു ഹരിം ഇബ്നു ഹയ്യാൻ. അവസാനം പറഞ്ഞു വമാത്ത അഖീ വ സദീഖി ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ അഖ്, എന്റെ സഹോദരൻ, എന്റെ സദീഖ്, എന്റെ കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് മരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു. അല്ലേ, നല്ല വയലാ. പക്ഷെ ഇത് പറഞ്ഞപ്പോ അവിടെ നിൽക്കുമ്പോലേ എന്നാണ് നിർത്തി. അവിടെ ഇല്ലല്ല, ഇവർ മരിച്ചിട്ടില്ല. വയലൊക്കെ ശരി തന്നെ. ഉവൈസുൽ ഖർനി നിങ്ങൾ പറഞ്ഞു ഇല്ല, ഉമർ റളിയല്ലാഹു മരിച്ചിട്ടില്ല, ഞാൻ അവിടുന്ന് വരുന്നത് പറഞ്ഞു. മൂപ്പര് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് തന്നെ. നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങളൊക്കെ ഉമർ റളിയല്ലാഹുവിനാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് സലാം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉവൈസുൽ ഖർനി തങ്ങൾ വാ ഉമറാ, എന്റെ ഉമറേ, എന്റെ പ്രിയപ്പെട്ട ഉമറേ, എന്റെ അഖോ, എന്റെ സഹോദരൻ, എന്റെ കൂട്ടുകാരനായ ഉമറേ, അനാ വ അന്ത ഫിസ്തറാ, ഞാനിതാ ഇവിടെ ഉണ്ട് കേട്ടോ. വ അന്ത ഫിസ്തറാ, നിങ്ങൾ ഭൂമിയുടെ ചോട്ടിൽ പെട്ടില്ലേ? നിങ്ങൾ ഖബറാളിയായില്ലേ ഉമറേ? അപ്പൊ പിന്നെ ഹരിം ഇബ്നു ഹയ്യാന് തോന്നി ഇത് അപ്പൊ പിന്നെ അന്തള്ള വർത്താനം തന്നെ, അന്തല്ലാത്ത വർത്താനല്ല. അവനൊന്നും മുണ്ടില്ല. പിന്നെ പറഞ്ഞു എനിക്കെന്തായാലും ഒരു വസിയത്ത് തരണം എന്ന് പറഞ്ഞു. ഹദീസ് ചോദിച്ചു, സ്വഹാബി അല്ല എന്ന് പറഞ്ഞു. ഖുർആൻ ചോദിച്ചു, അപ്പോൾ സൂറത്ത് ദുഹാനിലെ ആയത്തിൽ ഓതി കൊടുത്തു. വയലു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വയലു പറഞ്ഞു. എത്ര മിനിറ്റ് അപ്പൊ ഇതുള്ളത് പറയാൻ അല്ലേ? ഇപ്പൊ ഈ മൂപ്പരി പറഞ്ഞ വയല് 2 മിനിറ്റ്. പക്ഷേ അത് 2 ദിവസം പറഞ്ഞതുപോലെ കൽബിലേക്ക് തകർന്ന 2 മിനിറ്റ് വയല്, 2 മിനിറ്റ് വയല്. പിന്നെന്തെങ്കിലും വസിയത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോ വസിയത്ത് പറഞ്ഞു, കിതാബല്ലാഹി വ ബഖായൽ മുസ്ലിമീൻ, കിതാബല്ലാഹി വ ബഖായസ് സ്വാലിഹീൻ, ഫഅലൈക ബിദിക്രിൽ മൗത്ത് വ ഇയ്യാക അൻ തുഫാരിക ജമാഅത്തൽ മുസ്ലിമീൻ വതുഫാരിക ദീനക വ അൻത ലാ തഅലമു ഫദഖൽതൻ നാർ. ഉപദേശം കൊടുത്തു. അല്ലാഹുവിന്റെ ഖുർആനിനെ മുറുകെ പിടിച്ചോ. ബഖായ സ്വാലിഹീൻ,
സ്വാലിഹീങ്ങൾ, മഹാന്മാർ, അവരുടെ ബഖിയ്യത്ത്, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ വാക്ക്, അവരുടെ പ്രവർത്തനം, അവരുടെ ജീവിതം അത് മുറുകെ പിടിച്ചോ. വലൈക ബിദിക്രിൽ മൗത്ത്, എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർത്തോ. മുഅ്മിനീങ്ങളുടെ ജമാഅത്തിൽ മുറുകെ പിടിച്ച് ഒറ്റപ്പെട്ടു പോകരുത്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയും. ഏത് കാലത്തും മുഅ്മിനീങ്ങൾ ജമാഅത്തിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ജമാഅത്ത് സംഘം, സ്വഹാബത്തിന്റെ ഭൂരിപക്ഷം, താബീങ്ങളുടെ ഭൂരിപക്ഷം, ഈ ജമാഅത്ത്, ഈ കൂട്ടായ്മ, അതിലാണ് എപ്പോഴും മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങളുടെ, മുസ്ലിങ്ങളുടെ ജമാഅത്തുൽ മുസ്ലിമീനിൽ മുറുകെ പിടിച്ചോ. അതിൽ നിന്ന് വേറിട്ട് പോകണ്ട. നിന്റെ ചിന്തയും നിന്റെ വിശ്വാസവും വേറിടണ്ട. വേറിട്ടാൽ നീ അറിയാതെ നീ അറിയാതെ നരകത്തിൽ ചെന്ന് ചാടും. ചിന്ന ഭിന്നമായ വഴികൾ, ബിദ്അത്തിന്റെ വഴികളിലേക്ക് പോകണ്ട എന്നർത്ഥം. മുത്തുനബിയുടെ സുന്നത്തിന്റെയും മഹാന്മാരുടെ ജമാഅത്തിന്റെയും വഴി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി, അതിൽ മുറുകെ പിടിച്ചോ. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തോ. ഖുർആനും സ്വാലിഹീങ്ങളുടെ, മഹാന്മാരെ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ വഴി മുറുകെ പിടിച്ചോ. ഇതാണ് വസിയത്ത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി. ഇന്ന് അവസാനം പിരിയാനൊരുങ്ങിയ പറഞ്ഞു, എനിക്ക് വേണ്ടി ദ്വയർക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ദ്വയർന്നു. പടച്ചവനെ, ഇലാഹി യസ്അമു ഹാദാ അന്നഹു യുഹിബ്ബുനി ഫീക, പടച്ചവനെ, ഈ മനുഷ്യൻ നിന്നിൽ എന്നെ ഇഷ്ടപ്പെടുന്നു, നിന്റെ മാർഗത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നു. ഖദ് സാറനി ലി അജലിക, നിന്റെ മാർഗത്തിലായിട്ടാണ് എന്നെ സന്ദർശിക്കാൻ വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാഹുവേ ഫഅരിഫ്നി വജ്ഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇയാളുടെ മുഖം എനിക്ക് കാണിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ എന്നർത്ഥം. ദ്വയർന്നു. അപ്പോ നോക്കണം, മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. മഹാന്മാരെ എന്തിന്? അവരെ കൂടെ സ്വർഗത്തിലാവണം. ഹരിബിന് അയ്യാൻ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടു, കാണാൻ പോയി, ദ്വയർപ്പിച്ചു, മടങ്ങ. ഏറ്റവും വലിയ ആ ദുആ, മുത്തുനബി വസിയത്ത് ചെയ്ത മുജാബുദ്ദഅവ, മുസ്തജാബുദ്ദഅവ, ദുആക്ക് ഉത്തരം കിട്ടുന്നയാള്. നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത. ഹരിബിന് അയ്യാൻ റളിയല്ലാഹു അൻഹുവിനെ ആ ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. അല്ലേ? ചിന്തിക്കണം, എന്താ ദുആ? ഇനി അതിനപ്പുറം വലിയ ദുആ കിട്ടാണ്ടോ? പടച്ചവനെ, ഈ മുഖം നാളെ സ്വർഗത്തിൽ എനിക്ക് കാണിച്ചു തരണേന്ന്. അള്ളാഹു മഹാന്മാരെ സ്നേഹിക്കാനും അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കണം. ഇസ്തിഗ്ഫാർ, അല്ലേ? ഞാനത് ഇങ്ങനെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല, മടുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് മുടക്കം വരും, എന്നാലും ദുആ കിട്ടാത്ത ദിവസങ്ങളൊന്നുമില്ല. ഉസ്താദുമാരും മഹാന്മാരും നമുക്ക് ദുആ ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ സമയങ്ങളാണ് ബാക്കിയുള്ളത്. വളരെ ചുരുങ്ങിയ സമയങ്ങളാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. നമ്മൾ ചിന്തിക്കുകയും അടുത്ത റമദാനായാലും നമ്മൾ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനിയും ഒരുപാട് അമലുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ എത്ര ചൊല്ലിയാലും എത്ര ദ്വയർന്നാലും അത് അധികമല്ല. ഒരു ഇസ്തിഗ്ഫാർ അധികം നമ്മുടെ കിതാബിൽ വന്നാൽ, അല്ലേ? കിതാബ് തന്നെ മൊത്തത്തിൽ പ്രകാശിക്കുക ഇസ്തിഗ്ഫാർ കൂടുമ്പോഴാണ്. നാളെ പരലോകത്ത് കിതാബുകൾ, നമ്മുടെ കിതാബ് വലത് കയ്യിൽ കിട്ടും, അല്ലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇടത് കയ്യിൽ കിട്ടുന്നതിന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മൊത്തത്തില് കിതാബ് പ്രകാശിക്കുക ഇസ്തിഗ്ഫാർ കൊണ്ടാണെന്നാണ്. ഇസ്തിഗ്ഫാർ എത്ര അധികം ഉണ്ടായാലും അത് എത്ര ചൊല്ലിയാലും അധികമല്ല. നമുക്കൊരു മടുപ്പ് വരരുത് ചൊല്ലുമ്പോ. തഹ്ലീല് അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, മടുപ്പുണ്ടാവരുത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സ് നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.